ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഹലോ വോയിസ് കേൾക്കാമോ? ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. വോയിസ് ക്ലിയർ ആണോ? പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണല്ലോ. പറയുന്നത് കേൾക്കാൻ പറ്റുന്നു. വോയിസ് ക്ലിയർ ആണല്ലോ. അല്ലേ കേൾക്കാമോ? വോയിസ് പറയുന്നത് ക്ലിയർ ആണോ? പറയുന്നത് കേൾക്കാമോ? അശ്വതി സിസ്റ്റർ, ശ്രീ, മോനിഷ സിസ്റ്റർ, സോണിയ സിസ്റ്റർ ക്ലിയർ ആണോ? പറയുന്നത് കേൾക്കാമോ? ക്ലിയർ ആയോ വോയിസ്? സോണിയ സിസ്റ്റർ, അനു മത്തായി. വോയിസ് സ്ലോ ആയോ? വീണ്ടും സ്ലോ ആയോ? ഓക്കെ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീത്രയുടെ എക്സാം 26-ാം തീയതി അല്ലേ? 26-ാം തീയതിയാണ് ശ്രീത്രയുടെ എക്സാം. എല്ലാവർക്കും ശ്രീത്രയുടെ എക്സാമിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടോ? ശ്രീത്ര ടെമ്പററി സ്റ്റാഫ് നേഴ്സ് എക്സാമിനെ പറ്റി ഐഡിയാസ് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് 80 ക്വസ്റ്റ്യൻ ആണ് ശ്രീത്രയുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 80 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ശ്രീത്രയുടെ എക്സാംസിന് ചോദിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ്സ് മാർക്സ് ഒന്നും ഇല്ല.
നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നിങ്ങൾ 80 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ. കേരള PSC പോലെ OMR ഷീറ്റിലല്ല, നമ്മൾ 80 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് കേട്ടോ. OMR ഷീറ്റിലായിരിക്കും പരീക്ഷ നടക്കുന്നത് സാധാരണ. ഇന്ന് പരീക്ഷ കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. ചില കേസുകളിൽ വൈകിട്ട് അകം റിസൾട്ട് പബ്ലിഷ് ചെയ്യും കേട്ടോ. അപ്പോൾ അറിയുക, മെയിനായിട്ടും ഫോക്കസ് ചെയ്തേക്കുന്ന കാർഡിയോളജിയും ന്യൂറോളജിയും ടോപ്പിക്സ് ആണ്. അതിൻ്റെ തന്നെ അഡൽറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പീഡിയാട്രിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും, അതുകൂടാതെ മറ്റ് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരും. പിന്നെ റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻസിൽ നിന്നും 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും കേട്ടോ. അപ്പം അങ്ങനെ ബ്രീഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആ ഒരു മോഡൽ, സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മോഡലായിട്ട് ഉള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും ആൻസർ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആൻസർ ചെയ്ത് വരുവാണെങ്കിൽ ഗുഡ് ഈവനിങ്. ഓക്കെ, ആൻസർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് കിട്ടും. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആൻസർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് Okay, first question. Which of the following condition does a fourth heart sound S4 indicate? Which of the following cardiac condition does a decreased myocardial contractibility during systole? അപ്പോൾ ഏതായിരിക്കും? അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? എന്നാ എക്സാം? ഓക്കെ, വോയിസ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആയോ? നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, വോയിസ് ക്ലിയർ ആയോ? ഓക്കെ ആയല്ലോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ, നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർഡിയക് കണ്ടീഷൻ ഡസ് എ ഫോർത്ത് ഹാർട്ട് സൗണ്ട് S4 ഇൻഡിക്കേറ്റഡ്? ഡൈലേറ്റഡ് അയോട്ട, നോർമലി ഫംഗ്ഷനിങ് ഹാർട്ട്, ഡിക്രീസ് മയോകാർഡിയൽ കൺട്രാക്ടിബിലിറ്റി, ഫെയിലർ ഓഫ് ദ വെൻട്രിക്കിൾ ടു ഇജക്ട് ആൾ ദ ബ്ലഡ് ഡ്യൂറിങ് സിസ്റ്റോൾ. പറഞ്ഞോളൂ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. ഹലോ,
ചെറിയൊരു ഇഷ്യൂ. നെറ്റില്ലേ? ഏതാ? ഇതിൽ ഗുഡ് കണക്ഷൻ എന്നാണല്ലോ കാണിക്കുന്നത്. ഇതിൽ ഗുഡ് കണക്ഷൻ എന്നാണ് ചോദിക്കുന്നത്.
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ. ഓക്കെ ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു, സോറി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following cardiac condition does a fourth heart sound indicate? S4 indicate dilation of aorta, normally functioning heart, decreased myocardial contractility, failure of the ventricle to eject all the blood during systole. ഏതായിരിക്കും? പറഞ്ഞോ, അറിയാവുന്നവർ പറഞ്ഞോ. വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. Which of the following cardiac condition does a fourth heart sound indicate? Dilated aorta, normally functioning heart, decreased myocardial contractility, failure of the ventricle to eject all of the blood during systole. ഓക്കെ 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 ഓക്കെ, അത് നമ്മളെ രണ്ടാമത്തെ യൂട്യൂബ് ലൈവാണ്. കഴിഞ്ഞ യൂട്യൂബ് ലൈവ് പ്രശ്നമില്ലായിരുന്നു. ഈ തവണ ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ, അറിയാവുന്നൊരു ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ അറിയണം, നോർമലി നമ്മുടെ ഹാർട്ട്സ് പറയുവാണെങ്കിൽ S1 മുതൽ S4 വരെയുള്ള നോർമൽ ഹാർട്ട് സൗണ്ട് ഉണ്ട് അല്ലെ. S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട്, S4 എന്ന് പറയുന്നത് നോർമൽ തന്നെയാണ് കേട്ടോ. അതിൽ S3 S4 നമുക്ക് നോർമൽ സ്റ്റെതസ്കോപ്പ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല അല്ലെ. S3 S4 നോർമൽ സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നോർമലായിട്ട് S3 S4 ഹാർട്ട് സൗണ്ട് ഉണ്ട് അല്ലെ. S3 ഫോർ ദ റാപ്പിഡ് ഫില്ലിങ്ങും S4 ഫോർ ദ അയേട്രിയൽ കൺട്രാക്ഷനും കേട്ടോ. S1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയോട്ടിക് അല്ലെ. S1 എന്ന് പറയുമ്പോൾ മിട്രൽ വാൾവുകൾ ക്ലോസ് ചെയ്യുന്ന അല്ലെ. അപ്പം മിട്രൽ വാൾവും ബൈകസ്പിഡ് വാൾവ്സ് അല്ലെ, അത് ക്ലോസ് ചെയ്യുന്ന ആ ഒരെണ്ണമാണ് S1 കിട്ടുന്ന. S2 എന്ന് പറയുമ്പോൾ നമ്മുടെ സെമി ലൂണാർസ് വാൾവ്സ് അല്ലെ, അയോട്ടിക് ആൻഡ് പൾമിനറി വാൾവ്സ് അല്ലെ. അപ്പോൾ ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് ക്ലോസ് ചെയ്യുന്നത് S1ഉം, S2 എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ അയോട്ടിക് ആൻഡ് പൾമിനറി വാൾവ് ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ S3 ഫോർ ദ റാപ്പിഡ് ഫില്ലിംഗ് ഓഫ് ദ ഹാർട്ടും അല്ലെ, റാപ്പിഡ് ഫില്ലിംഗ് ഓഫ് ദ വെൻട്രിക്കിളും. S4 എന്ന് പറയുന്ന ഏട്രിയൽ ഡയസ്റ്റോൾ എന്ന് പറയും അല്ലെ, ഏട്രിയൽ ജസ്റ്റ് കൺട്രാക്ട് ചെയ്യുന്ന ആ രീതിയിൽ നമ്മൾ S4 കേട്ടോ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർഡിയക് കണ്ടീഷൻ ഡസ് എ ഫോർത്ത് ഹാർട്ട് സൗണ്ട് S4 ഇൻഡിക്കേറ്റ് അല്ലെ. അപ്പോൾ ഇതിൽ അവർ അർത്ഥമാക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെതസ്കോപ്പ് വെച്ച് S4 കിട്ടുന്ന ഹാർട്ട് സൗണ്ട് അല്ലെ. അപ്പോൾ സ്റ്റെതസ്കോപ്പിൽ S3 S4 എന്ന് പറയുന്നത് എന്താണ്, അബ്നോർമൽ ആണ് കേട്ടോ. സ്റ്റെതസ്കോപ്പിൽ S3 S4 കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് അബ്നോർമൽ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാപ്പിഡ് ഫില്ലിംഗ് അല്ലെ, ഫെയിലിയർ ഓഫ് വെൻട്രിക്കിളിൻ്റെ റാപ്പിഡ് ഫില്ലിങ് എന്ത് ചെയ്യുന്നു, ഡിലേ ആവുന്നു അല്ലെ. അങ്ങനെ കിട്ടുന്ന S4 അബ്നോർമൽ ഹാർട്ട് സൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ അല്ലെ. ഫെയിലിയർ ഓഫ് ദ വെൻട്രിക്കിൾ ടു ഇജക്ട് ഓൾ ഓഫ് ദ ബ്ലഡ് ഡ്യൂറിങ് സിസ്റ്റോൾ അല്ലെ. അപ്പം സിസ്റ്റോളിൽ ഫുൾ ഇതും എന്ത് ചെയ്യുന്നില്ല, വെൻട്രിക്കിൾ ഇജക്ട് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, S4 നോർമൽ ഹാർട്ട് റേറ്റ് സ്റ്റെതസ്കോപ്പിൽ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following classes of drug most widely used for the treatment of cardiomyopathy? Which of the following class of drug is most widely used in the treatment of cardiomyopathy? Antihypertensive drugs, beta adrenergic blockers, calcium channel blockers and nitrates. അറിയാവുന്നവർ ആൻസർ പറഞ്ഞോളൂ.
ഓക്കെ, പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് ഡ്രഗ്സ് പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ Which of the following classes of drugs most widely used in the treatment of cardiomyopathy? അല്ലെ, ഇവിടെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് അല്ല, മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന ബീറ്റാ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ് കേട്ടോ. പ്രൊപ്പനോൾ ഡ്രഗ്സുകളാണ് മോസ്റ്റ് വൈഡ്ലി ട്രീറ്റ്മെന്റ് ഓഫ് കാർഡിയോമയോപ്പതി അല്ലെ. അപ്പോൾ കാർഡിയോമയോപ്പതി എന്ന് പറയുമ്പോൾ എന്താണ്, ഹാർട്ടിന്റെ മസിൽസിന് ഡാമേജ് ഉണ്ടാകുന്നു അല്ലെ, കാർഡിയക് മസിൽസ് ഡാമേജ് ഉണ്ടാകുന്നു. മെയിൻലി ഇറ്റ് ഈസ് അൺനോൺ എറ്റിയോളജി ആണ് പറയുന്നത് കേട്ടോ. അൺനോൺ എറ്റിയോളജി ആണ് കാർഡിയക് മയോപ്പതിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഹാർട്ട് എന്ത് ചെയ്യുന്നു, കൺട്രാക്ടിവിറ്റി എന്ത് ചെയ്യണം, ഹാർട്ടിനെ റെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാധാരണ കൊടുക്കുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഏതാണ്, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് കേട്ടോ. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് അല്ല, മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം വിച്ച് ഓഫ് ദ ക്ലാസസ് ഓഫ് ഡ്രഗ്സ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് കാർഡിയോമയോപ്പതി എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ കറക്റ്റ് ആൻസർ ഇസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following result in the primary treatment goal of angina? Primary treatment goal for angina: reversal of ischemia, reversal of infraction, reduction of stress and anxiety, reduction of associated risk factors. പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. Which of the following result is the primary treatment goal for angina? Reversal of ischemia, reversal of infraction, reduction of stress and anxiety, reduction of associated risk factors. പറഞ്ഞോളൂ. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട് ഇൻ പ്രൈമറി ട്രീറ്റ്മെന്റ് ഗോൾ ഫോർ അഞ്ചൈന? റിവേഴ്സൽ ഓഫ് ഇസ്കീമിയ, റിവേഴ്സൽ ഓഫ് ഇൻഫ്രാക്ഷൻ, റിഡക്ഷൻ ഓഫ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ആൻഡ് റിഡക്ഷൻ ഓഫ് അസോസിയേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ്. പ്രൈമറി ട്രീറ്റ്മെന്റ് ഗോൾ ഓഫ് അഞ്ചൈന അല്ലെ. അഞ്ചൈന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർട്ടിലേക്കുള്ള അല്ലെ, മയോകാർഡിയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു അല്ലെ. മയോകാർഡിയത്തിലുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഹാർട്ട് മസിൽസ് എന്താവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, ഹാർട്ട് മസിൽസ് ഡെത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പം മയോകാർഡിയയിലോട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡ് സപ്ലൈ കുറയുന്നു അല്ലെ. അത് തന്നെയാണ് ഇതിന്റെ പ്രൈമറി അല്ലെ. പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്കീമിയ ഓഫ് ദ ഹാർട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക അല്ലെ. അതായത് ST ഡിപ്രഷനിലോട്ട് പോകുന്നു അല്ലെ. അപ്പം അതിനെ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്ത് കൊണ്ടുവരിക അല്ലെ. അപ്പം റിവൈസൽ ഓഫ് ഇസ്കീമിയ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. റിവൈസൽ ഓഫ് ഇൻഫ്രാക്ഷൻ അല്ല. അഞ്ചൈന എന്ന് പറയുമ്പോൾ അതൊരു ഇസ്കീമിക് കൺട്രാക്ഷൻ ആണ് അല്ലെ. ഇൻഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ കാർഡിയാക് സെൽസുകൾ ഡെത്ത് ആവുന്നു അല്ലെ. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ റിവേഴ്സൽ ഓഫ് ഇസ്കീമിയ ലീഡിങ് ടു അഞ്ചൈന അല്ലെ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഇസ്കീമിയ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following intervention should be the first priority when treating a client experiencing chest pain while walking? Which of the following intervention should be the first priority when treating a client experiencing chest pain while walking? Sit the client down, get the client back to bed, obtain an ECG, administer sublingual nitrogen. അറിയാവുന്നവർ പറഞ്ഞോളൂ. Which of the following intervention should be the first priority when treating a client experience chest pain while walking? Sit the client down, get the client back to bed, obtain an ECG, administer sublingual nitrate. പറഞ്ഞോളൂ. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താണ്, ചെസ്റ്റ് പെയിൻ അല്ലെ. വൈൽ വാക്കിംഗ് ചെയ്തപ്പോൾ എന്താണ്, പേഷ്യന്റിന് ചെസ്റ്റ് പെയിൻ വരും അല്ലെ. അപ്പോൾ ചെസ്റ്റ് പെയിൻ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന പൊസിഷൻ ആണ് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് പെയിനിങ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് എന്ത് ചെയ്യുക, അവർ ബ്രീത്ത് ഒക്കെ എടുക്കാനുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഹൈ ഫൗളേഴ്സ് പൊസിഷനിൽ പേഷ്യന്റിനെ ഇരുത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിറ്റ് ദ ക്ലയൻറ്റ് ഡൗൺ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കിപ്പോൾ MI പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക,
ആ പേഷ്യൻറ്റിനെ സെമി ഫോളേഴ്സ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് പൊസിഷനിലോട്ട് ഇരുത്തി സെക്കൻഡായിട്ട് ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പം എപ്പോഴും പൊസിഷനുള്ള കേസുകൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പൊസിഷനാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ സിറ്റ് ദ ക്ലൈൻറ്റ് ഡൗൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following condition is associated with predictable level of pain that occurs as a result of physical or emotional stress? Which of the following condition is associated with predictable level of pain? അല്ലെ, പ്രെഡിക്റ്റബിൾ ചെയ്യാവുന്ന പെയിൻ ആണ്, എത്ര പെയിൻ ഉണ്ടെന്നുള്ളത് അറിയാം. ആസ് എ റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്ട്രെസ്. അല്ലെ, ഫിസിക്കലായിട്ടോ ഇമോഷണലായിട്ടോ സ്ട്രെസ് വന്നപ്പോൾ ഒരു പ്രെഡിക്റ്റബിൾ വന്നു. അല്ലെ, ഇറ്റ് ഈസ് കോൾഡ് ആൻസൈറ്റി, സ്റ്റേബിൾ അഞ്ചൈന, അൺസ്റ്റേബിൾ അഞ്ചൈന, വേരിയന്റ് അഞ്ചൈന. ഓക്കെ, അറിയാവുന്നവർ പറഞ്ഞോളൂ. അറിയാവുന്നവർ പറഞ്ഞോളൂ. Which of the following condition is associated with the predictable level of pain that occurs as a result of physical or emotional stress? പറഞ്ഞോളൂ. പ്രെഡിക്റ്റബിൾ അല്ലെ, പ്രെഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അഞ്ചൈന അല്ലെ. അപ്പോൾ നമ്മൾ സാധാരണ അഞ്ചയെ എന്ത് ചെയ്യുന്നു, പലതായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. അഞ്ചയെ നമ്മൾ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അൺസ്റ്റേബിൾ അഞ്ചൈന എന്ന് പറഞ്ഞ് ഇത് ചെയ്യാറുണ്ട് അല്ലെ, വേരിയൻ്റ് അഞ്ചൈന അല്ലെങ്കിൽ പെസിമെറ്റൽ അഞ്ചൈന, ആബ്സെൻ്റ് അഞ്ചൈന, അങ്ങനെയൊക്കെ പറഞ്ഞ് അഞ്ചൈനേഴ്സിനെ എന്ത് ചെയ്യുന്നു, പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. അപ്പോൾ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഹാവിങ് എന്താണ്, ഒരു സ്ട്രെസ്സ് അല്ലെ, അതായത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോ ഒരു സ്ട്രെസ്സോ അല്ലെ, അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെ, കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ എന്തുണ്ടാവുന്നു, പേഷ്യൻറ്റ് ചെറുതായിട്ടൊന്നൊരു ജോലി ചെയ്താൽ മതി അല്ലെ, അപ്പോൾ ആ പേഷ്യൻറ്റ് എന്ത് ചെയ്യും, പെയിൻ വരും. പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുകയോ NDG ടാബ്ലറ്റ് എടുക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് റിലീവ് ആവുകയും ചെയ്യും അല്ലെ. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. അൺസ്റ്റേബിൾ ആണെന്ന് പറയുമ്പോൾ ഇതുപോലെ പെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അത് NDG എടുത്താലോ റെസ്റ്റ് എടുത്താലോ മാറത്തില്ല. അത് എന്തെന്ന് പറയുന്ന ഒരു ഇംപെൻഡിങ് MIക്കുള്ള റിസ്ക് ആണ് അല്ലെ. അങ്ങനെ വരുന്നത് അൺസ്റ്റേബിൾ അല്ലെ. ഇനി വേരിയൻ്റ് എന്ന് പറയുമ്പോൾ കൊറോണറി ആർട്ടറീസ് എന്തുണ്ടാകുന്നു, സ്പാസം അടിക്കുന്നു അല്ലെ. കൊറോണറി ആർട്ടറി സ്പാസം അടിച്ച് അത് കൺട്രാക്റ്റും ഡയലേഷൻസ് വരുന്നില്ല അല്ലെ. അന്നേരം എന്ത് ചെയ്യും, ബ്ലഡ് സപ്ലൈ ഓഫ് ദ ഹാർട്ട് ഡിമിനിഷ് ആവും. അങ്ങനെ വരുന്നതാണ് വേരിയൻ്റ് അഞ്ചൈന അല്ലെ. ഡയബറ്റീസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ഈ പെയിൻ ഫീൽ ചെയ്യത്തില്ല അല്ലെ. അഞ്ചൈനയോടൊപ്പം പെയിൻ വരാതെ നമ്മൾ ആബ്സെൻ്റ് അഞ്ചൈന എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പ്രെഡിക്റ്റബിൾ ലെവൽ ഓഫ് പെയിൻ ദാറ്റ് ഓക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്ട്രെസ് അല്ലെ. അപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്ട്രെസ് എന്ന് എടുത്തു പറയുന്നുണ്ട്, ആൻസർ ഈസ് എന്താണ്, സ്റ്റേബിൾ അഞ്ചൈന ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following position would the best aid breathing for a client with acute pulmonary edema? Which of the following position would be best aid for breathing for a client with acute pulmonary edema? Lying flat on the bed, left side lying position, high fowler's position and semi fowler's position. Okay, അറിയാവുന്നവർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. Which of the following position would best aid breathing for a client with acute pulmonary edema? അറിയാവുന്നവർ ആൻസർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. Which of the following position would best aid breathing for a client with acute pulmonary edema? ഏതാണ്? ഓക്കെ, വെരി ഗുഡ്സ് അല്ലേ, വെരി ഗുഡ്. അപ്പം അക്യൂട്ട് പൾമണറി എഡിമ അല്ലെ. അക്യൂട്ട് പൾമണറി എഡിമ എന്ന് പറയുമ്പോൾ എന്താണ്, പൾമണറി സിസ്റ്റം അല്ലെ. പൾമണറി സിസ്റ്റത്തിൽ എന്ത് വന്നു, എഡിമ വന്നു. അപ്പോൾ എഡിമ വരുമ്പോൾ പേഷ്യൻറ്റ് ഹാവിങ് സിവിയർ ആയിട്ടുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെ, സിവിയർ ആയിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. അപ്പോൾ നമ്മൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയിലെ ബെസ്റ്റ് പൊസിഷൻ അല്ലെ. അപ്പോൾ റെസ്പിറേറ്ററി കണ്ടീഷൻ ബെസ്റ്റ് പ്രൈമറി ഇൻ്റർവെൻഷനിൽ തന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബൈ മേക്ക് ദ പേഷ്യൻസ് ഓൺ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും ശരിയാണ്. വെരി ഗുഡ്. ആൻസർ ഇസ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following blood gas abnormality is initially most suggestive of pulmonary edema? Which of the following blood gas abnormality is initially most suggestive of pulmonary edema? Anoxia, hypercapnia, hyperoxygenation and hypocapnia. Okay, പറഞ്ഞോളൂ.
പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്യാസ് അനോമലീസ് ഈസ് ഇനിഷ്യലി മോസ്റ്റ് സജസ്റ്റീവ് ഓഫ് പൾമിനറി എഡിമ? ഓക്കെ സിസ്റ്റർ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്യാസ് അബ്നോർമാലിറ്റീസ് ഇനിഷ്യലി മോസ്റ്റ് സജസ്റ്റീവ് ഓഫ് പൾമിനറി എഡിമ? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, പൾമിനറി എഡിമയ്ക്ക് ഇനിഷ്യൽ സിംറ്റംസും ഉണ്ട്, അല്ലെ, ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, അല്ലെ. അപ്പോൾ ഇനിഷ്യലി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇനിഷ്യലി പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നു, ടക്കീപ്നിയ, അല്ലെ, ഓവറായിട്ട് എന്ത് ചെയ്യുന്നു, ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്ത് കളയുന്നു, അല്ലെ. ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യുന്നതോടെ ഓക്സിജൻ ആണ് ഔട്ട് പോവുകയും എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ഹൈപ്പോക്യാപ്നിയ ആണ് എന്ത് ചെയ്യുന്നത്, ഇനിഷ്യലി ഹൈപ്പോക്യാപ്നിയയും പിന്നീട് പേഷ്യൻ്റ് ടയേർഡ് ആവുകയും ഈ ഹൈപ്പർ വെന്റിലേഷൻ എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ അത് ഹൈപ്പർ ക്യാപ്നിയ ആയിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിഷ്യലി ഹൈപ്പോക്യാപ്നിയയും ലേറ്റ്, അല്ലെ, അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ എയർലി ഹൈപ്പോക്യാപ്നിയ, ലേറ്റ് ഇറ്റ് ഈസ് ബൈ ഹൈപ്പർ ക്യാപ്, അല്ലെ. അപ്പോൾ ഹൈപ്പോക്യാപ്നിയ ആണ് എന്തെന്ന് പറയുന്ന ഇനിഷ്യലി, അല്ലെ, ഇനിഷ്യലി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കുറയുകയും പിന്നീട് അങ്ങോട്ട് ഹൈപ്പർ ക്യാപ്നിയ ആയിട്ട് മാറും കേട്ടോ. വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ. നമുക്ക് ഇനിഷ്യലി എന്നുള്ള ഒരു കോഡാണ് എന്ത് ചെയ്യുന്നത്, ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഹൈപ്പോ ക്യാപ്നിയയിൽ കൊണ്ടെത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഓർത്തോണം, ഹൈപ്പോ ക്യാപ്നിയ ഇനിഷ്യലി, ഹൈപ്പർ ക്യാപ്നിയ ലേറ്റർ കേട്ടോ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം പൾമണറി എഡിമയുടെ ഇനിഷ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോ ക്യാപ്നിയ, ലേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഹൈപ്പർ ക്യാപ്നിയ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a compensatory response to decrease cardiac output? Which of the following is a compensatory response decrease cardiac output? Decrease BP, alteration of level of conscious, decrease BP and diuresis, increased BP and fluid retention. Which of the following is the compensatory response to decrease cardiac output? Which of the following is a compensatory response to decrease cardiac output ഡിക്രീസ് ആകുമ്പോൾ ഏതാണ് കോമ്പൻസേറ്ററി മെക്കാനിസം? ബി പി കുറയ്ക്കുന്നു, ലെവൽ ഓഫ് കോൺഷ്യസിൽ ഓൾട്ടറേഷൻസ് വരുത്തുന്നു, ഡിക്രീസ് ബി പി ആൻഡ് ഡയൂറിസിസ് നടത്തുന്നു, ഇൻക്രീസ് ബി പി ആയിട്ട് ഫ്ലൂയിഡ് റിട്ടൻഷൻ ചെയ്യുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ഇവിടെ നമുക്ക് ഓർക്കണം, കോമ്പൻസേറ്ററി റെസ്പോൺസ് ഓഫ് ഡിക്രീസ് കാർഡിയക് ഔട്ട്പുട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ. അതിൻ്റെ അർത്ഥം എന്താണ്, കാർഡിയക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു, അല്ലെ. കാർഡിയക് ഔട്ട്പുട്ട് കുറയുമ്പോൾ അവിടെ കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്, കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ കോമ്പൻസേറ്ററി ഓപ്പോസിറ്റ്, അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ കൂട്ടും, അല്ലെ, ബ്ലഡ് പ്രഷർ കൂട്ടും. അതുപോലെ തന്നെ എന്താണ്, ഫ്ലൂയിഡ് റിട്ടൻഷൻ, അല്ലെ, ഫ്ലൂയിഡ് എന്ത് ചെയ്യും, പുറത്തു പോകത്തില്ല, അല്ലെ. അപ്പം ബ്ലഡ് വോളിയം കൂടും, അല്ലെ. ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് വോളിയം കൂടും, അല്ലെ. അപ്പോൾ ബ്ലഡ് വോളിയം കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി പി, അല്ലെ. അപ്പം ബി പിയും എന്ത് ചെയ്യും, കൂട്ടും, അല്ലെ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കാർഡിയക് ഔട്ട്പുട്ട് കൂടും, അല്ലെ. ബ്ലഡ് വോളിയം കൂടി, ബി പി കൂടി, എന്തുണ്ടാകുന്നു, ദർ ഈസ് എ അവിടെ നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട്, ഡിക്രീസ് ആയിട്ടുള്ള കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു, അല്ലെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബൈ ദ കോമ്പൻസേറ്ററി റെസ്പോൺസ്. ഇൻക്രീസ് ബി പി ആൻഡ് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഈസ് ദ കോമ്പൻസേറ്ററി മെക്കാനിസം ഫോർ ദി ഡിക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കുറച്ച് പേര് ശരിയായിട്ട് പറഞ്ഞു, ഇറ്റ്സ് വെരി ഗുഡ് കേട്ടോ. ഓപ്ഷൻ 4, ഇൻക്രീസ് ബി പി ആൻഡ് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following action is the appropriate initial response to a client coughing in a pink frothy sputum? Which of the following is the appropriate initial response to a client coughing up pink and frothy sputum? Call for help, call the physician, start an IV line, suction the client. Which of the following action is the appropriate initial response to a client coughing up pink and frothy sputum? Call for help, call the physician, start an IV line, suction the client. Okay, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. Which of the following action is the appropriate initial response to a client coughing up pink frothy sputum? പറഞ്ഞോളൂ. പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം വരുന്നു, അല്ലേ. അപ്പോൾ എന്താണ് പ്രയോറിറ്റി?
ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കുക കേട്ടോ, ഇവിടെ പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം അല്ലെ, പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് എന്താണ്, പൾമണറി എഡിമ അല്ലെ, പൾമണറി എഡിമയാണ്. ഇറ്റ് ഈസ് സജസ്റ്റീവ് ഓഫ് പൾമണറി എഡിമ അല്ലെ, പൾമണറി എഡിമ സജസ്റ്റീവ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുക, പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. പൊസിഷനിങ് ദ പേഷ്യൻറ്റ് ടു ഹൈ ഫൗളേസ് പൊസിഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. അപ്പോൾ നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, കോൾ ഫോർ ഹെൽപ്പാണ് അല്ലെ, ഹെൽപ്പിംഗ് ആണ്. പൊസിഷനെ ചേഞ്ച് ചെയ്യണം, പേഷ്യൻ്റ് അടുത്ത് നിൽക്കണം അല്ലെ, അടുത്ത് നിൽക്കണം. ആ വരുന്ന അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഡോക്ടറെ ഫോൺ ചെയ്ത് വിളിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പേഷ്യൻ്റെ കൂടെ തന്നെ നിൽക്കണം അല്ലേ. അപ്പോൾ അവിടെ എല്ലാത്തിനും അവിടെ എന്താണ്, ഹെൽപ്പാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, കോൾ ഫോർ ഹെൽപ്പ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ്, കോൾ ദ ഫിസിഷ്യൻ അല്ല ഇമ്പോർട്ടൻസ്. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റ് ഹൈ ഫോളേസ് പൊസിഷനിലോട്ട് ഷിഫ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും പേഷ്യൻ്റ് എന്താണ്, വളരെ മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലേ. അപ്പം നേഴ്സ് കൂടെ നിൽക്കണം വിത്ത് അസിസ്റ്റൻസ് അല്ലേ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ. ബിഫോർ ഗിവിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ദ നേഴ്സ് നോട്ട് date and time of collection and must be aware that packed RBC can stored up to. Before giving blood transfusion, a nurse must note the date, time and collection and must be aware that packed RBC can stored up to 25 days, 35 days, 45 days and 55 days അല്ലേ. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നു, പാക്ക്ഡ് RBC ആണ് പ്രോഡക്റ്റ്, അതായത് RBC മാത്രമായിട്ട് എടുത്ത പ്രോഡക്റ്റ്. അപ്പം അതിനകത്ത് എത്ര ദിവസം സ്റ്റോർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, 25 ദിവസം, 35 ദിവസം, 45 ദിവസം, 55 ദിവസം. ഓക്കെ, അറിയാവുന്നവർ പറഞ്ഞോളൂ. അറിയാവുന്നവർ പറഞ്ഞോളൂ. ബിഫോർ ഗിവിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എ നഴ്സ് മസ്റ്റ് നോട്ട് ദ ഡേറ്റ്, ടൈം ആൻഡ് കളക്ഷൻ ആൻഡ് മസ്റ്റ് ബി അവെയർ ദാറ്റ് പാക്ക്ഡ് RBC ക്യാൻ സ്റ്റോർഡ് അപ് ടു. പറഞ്ഞോളൂ. ഓക്കെ കേട്ടോ, ഇതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലേ, നേഴ്സിങ് ആസ് പെർ ദ നേഴ്സിങ്ങിൽ നമുക്ക് 2 ട്രാൻസ്ഫ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത് വിത്ത് അല്ലെ, നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് അല്ലെ. 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ ആണ് ചെയ്യാൻ. ഒന്നെന്ന് പറയുന്ന ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെ, ഒന്നെന്ന് പറയുന്ന ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രണ്ടാമത്തെന്ന് പറയുന്നത് പാക്ക്ഡ് RBC കേട്ടോ. അപ്പോൾ ഈ ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് നോർമലി എത്ര പറയുന്നത്, 35 ഡേയ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ് സ്റ്റോർ ചെയ്യുന്നത് എന്തെന്ന് പറയുന്നത് 35 അല്ലെ. ഇനി പാക്ക്ഡ് RBC ആണെന്നുണ്ടെങ്കിൽ അത് 45 ഡേയ്സും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില ബുക്കുകളിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 35 ഡേയ്സ് ആണ് കേട്ടോ. ചില ബുക്കുകളിൽ ആൻസർ 35 ഡേയ്സ് ആണ്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ PRBC എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ, പാക്ക്ഡ് RBC എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് അപ് ടു 45 ഡേയ്സ് കേട്ടോ. 45 ഡേയ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഹോൾ ബ്ലഡ് ആണെങ്കിൽ അവിടെ 35 ഡേയ്സ് ആണ് കേട്ടോ. ചില ബുക്കുകളിൽ NCLEX ബുക്സുകളിലൊക്കെ 45 ആണ് കൊടുക്കുന്നത്. പക്ഷേ ചില ബുക്കുകളിലും നെറ്റിലൊക്കെ റെഫറൻസ് ആയിട്ട് കിടക്കുന്ന 35 ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 2 ആൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. 35 ഡേയ്സ് കേട്ടോ. ഇതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, ക്രയോ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ട് അല്ലെ, ഫ്രഷ് ഫ്രോസൻ പ്ലാസ്മയുണ്ട്. അങ്ങനെ കുറേ പ്രോഡക്ട്സ്, ബ്ലഡ് പ്രോഡക്ട്സുകളൊക്കെ പരീക്ഷയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അതിൻ്റെ ലൈഫ് പീരീഡ് എത്ര ദിവസം അത് സ്റ്റോർ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡിസ്ക്രൈബ് ദ ഫോഴ്സ് അഗെയിൻസ്റ്റ് വിച്ച് ദ വെൻട്രിക്കിൾ മസ്റ്റ് എക്സ്പെൽ ദ ബ്ലഡ്. Which of the following terms describe the force against which the ventricles must expel the blood? After load, cardiac output, overload, preload. പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. Which of the following terms describe the force against which the ventricle must expel the blood? നല്ലോണം ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്കറിയാം ഹാർട്ട് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് സിസ്റ്റോൾ അല്ലേ, സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ടാണ്. അപ്പം വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യും, അയോട്ടയിലോട്ടും അല്ലെന്നുണ്ടെങ്കിൽ പൾമണറി ആർട്ടറിയിലോട്ടും പോകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റോൾ എടുക്കാൻ അല്ലെങ്കിൽ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആഫ്റ്റർ ലോഡ് അല്ലേ. ഇനി വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, വെൻട്രിക്കിൾ ഡൈലേറ്റ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ വെൻട്രിക്കിളിനകത്ത് ബ്ലഡ് ഫില്ല് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ എൻഡ്
ഡെൻഡ് ഡയസ്റ്റോളിക് വോളിയം കംപ്ലീറ്റ് ചെയ്യുക അല്ലേ, അതാണ് അടുത്ത രണ്ടാമത്തെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്താ പറയുക, ഡയലേഷൻ അല്ലേ. അപ്പോൾ ഈ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബൈ പ്രീലോഡ് എന്ന് പറയുന്നത് അല്ലേ. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1 മിനിറ്റിൽ എത്ര വോളിയം ഓഫ് പമ്പ് ബ്ലഡ് എന്ത് ചെയ്യുന്നു, അയോട്ടയിലോട്ട് പോയി അല്ലേ, അതിന് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഡിസ്ക്രൈബ് ദ ഫോഴ്സ് ഓഫ് ദ വിച്ച് വെൻട്രിക്കിൾ മസ്റ്റ് എക്സ്പെൽ ഔട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറ്റ് ഈസ് റിലേറ്റഡ്, നമ്മൾ എന്താണെന്ന് പറഞ്ഞിരിക്കണം, ഇറ്റ് ഈസ് ബൈ സിസ്റ്റോൾ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് അല്ലേ. കൺട്രാക്ഷൻ ഓഫ് ഹാർട്ടിന് വേണ്ടുന്ന ഫോഴ്സിനെ നമ്മൾ സിമ്പിളായിട്ട് എന്ത് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സിനെ സിമ്പിളായിട്ട് കോൾ ഇറ്റ് ആസ് ആഫ്റ്റർ ലോഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ കൺട്രാക്ഷൻ മാറി എക്സ്പെൽ ഔട്ട് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് കെയിംസ് ഫ്രം ഏട്രിയൽ ടു വെൻട്രിക്കിളിൽ ഫില്ല് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ചോദിച്ചെങ്കിൽ അതിന് വേണ്ടുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് പ്രീലോഡ് അല്ലെങ്കിൽ ഡയസ്റ്റോളിക് force. Okay, ഇവിടെ correct answer is option A is the correct answer for this question. Okay, very good. Next question ശ്രദ്ധിച്ചോളൂ. The nurse is positioning the female client with increase ICP. The nurse is positioning the female client with increase ICP. Which of the following position would the nurse avoid? Which of the following position should be avoided? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Head in the midline, head turned to the side, neck in a neutral position, head of the bed elevated to 30 to 45 degree. പറഞ്ഞോളൂ, അറിയാവുന്നൊരു ആൻസർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ, അറിയാവുന്നൊരു ആൻസർ പറഞ്ഞോളൂ. The nurse is positioning the female client with increased intracranial pressure. Which of the following position would the nurse to avoid? അവോയ്ഡ് ഹെഡ് എലിവേറ്റഡ് 30 to 45 ഡിഗ്രി ആണോ? അല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ICP അല്ലെ, ഇൻക്രീസ് ICP അല്ലെ, ഇൻക്രീസ് ICP വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹെഡ് ഇൻ ദ മിഡ് ലൈൻ അല്ലെ, അല്ലെങ്കിൽ ഹെഡ് ഒരു ന്യൂട്രൽ ലൈനിൽ തന്നെ നിൽക്കണം അല്ലെ. ഹെഡ് എന്ന് പറയുമ്പോൾ അതായത് ഹെഡിൻ്റെ നെക്ക് ഭാഗം ഒരിക്കലും എന്ത് ചെയ്യില്ല, ICPയിൽ ഫ്ലെക്സ് ആവാൻ പാടില്ല അല്ലെ. ഫ്ലെക്സ് ആയി കഴിഞ്ഞാൽ വീനസ് റിട്ടേൺ എന്ത് ചെയ്യും, കംപ്രഷൻ ആവും അല്ലെ, വീനസ് റിട്ടേൺസ് അവിടെ ഇതാവും. അപ്പം അത് എന്ത് ചെയ്യും, ICP എന്ത് ചെയ്യും, കൂട്ടും അല്ലെ, ബ്ലഡ് വോളിയം വീണ്ടും റൈസ് ചെയ്യുകയാണ് അല്ലെ, വീനസ് റിട്ടേൺ കംപ്രഷൻ വരുന്നു. അതുപോലെ തന്നെ തൊറാസിക് അല്ലെ, തൊറാസിക് പ്രഷർ അല്ലെങ്കിൽ അബ്ഡോമിനൽ പ്രഷർ റൈസ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യുന്നു, നീയുടെ പാർട്ട് ഫ്ലെക്സ് ചെയ്യരുത് അല്ലെ, നീയുടെ പാർട്ട് ഫ്ലെക്സ് ചെയ്യരുത്. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് പേഷ്യൻറ്റിനെ എപ്പോഴും എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ട് വേണം കിടത്താൻ. അതുപോലെ നെക്ക് ഇൻ ന്യൂട്രൽ ലൈൻ അല്ലെങ്കിൽ ഹെഡ് ഇൻ ദ മിഡ് ലൈനിലായിരിക്കണം അല്ലെ. അപ്പം നെക്ക് ഇൻ ദ ന്യൂട്രൽ പൊസിഷൻ ആൻഡ് ഹെഡ് ഇൻ ദ മിഡിൽ ലൈൻ അല്ലെ. ഇനി ബെഡ് അല്ലെ, ഹെഡ് ആൻഡ് ഓഫ് ദ ബെഡ് എപ്പോഴും എലിവേറ്റഡ് ടു 35 to 45 ഡിഗ്രി എന്ത് ചെയ്യണം, എലിവേറ്റ് ചെയ്യണം. അപ്പം പില്ലോ വെക്കാതെ എന്ത് ചെയ്യണം, ഹെഡ് എലിവേറ്റ് ചെയ്ത് വെക്കണം അല്ലെ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹെഡ് ടേൺ ടു ദ സൈഡ് അല്ലെ, ഹെഡൊക്കെ ടേൺ സൈഡിലോട്ടൊക്കെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാൻസ് ഓഫ് എന്താണ്, വീനസ് റിട്ടേൺ ഇമ്പയർ ആവും കേട്ടോ. അപ്പോൾ ഹെഡ് ടേൺ ടു ദ സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റോങ് പൊസിഷൻ ഫോർ ഇൻക്രീസ് ICP കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് ശ്രീത്രയുടെ പരീക്ഷകളിൽ ICPയുടെ പൊസിഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ICP റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ് ടേൺ ടു ദ സൈഡ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി, ഹെഡ് ടേൺ ടു ദ സൈഡ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹെഡ് ഈസ് മിഡ് ലൈൻ കറക്റ്റ് ആണ്. അതുപോലെ ഹെഡ് ഇൻ ന്യൂട്രൽ പൊസിഷൻ കറക്റ്റ് ആണ്. ഹെഡ് ഇൻ ദ ബെഡ് എലിവേറ്റഡ് ടു 30 to 45 ഡിഗ്രി എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ. ഇവിടെ നേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട പൊസിഷൻ ഹെഡ് ടേൺ ടു ദ സൈഡ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫീമെയിൽ ക്ലയൻറ്റ് ഹാസ് ക്ലിയർ ഫ്ലൂയിഡ് ലീക്കിംഗ് ഫ്രം ദ നോസ് ഫോളോയിങ് എ ബേസിലാർ സ്കൾ ഫ്രാക്ചർ. The nurse assess that this is cerebrospinal fluid. This is cerebrospinal fluid അല്ലേ. അപ്പം ബേസിലാർ സ്കൾ ഫ്രാക്ചർ വന്നു, CSF ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലേ, ഇറ്റ് ക്ലിയർ ആൻഡ് ടെസ്റ്റ് നെഗറ്റീവ് ഫോർ ഗ്ലൂക്കോസ്, is grossly bloody appearance and has pH of 6 and clumps together on the dressing and had a pH of 7. Separate into a concentric ring and test positive for of glucose. Separate into concentric ring and test positive glucose. പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. എ ഫീമെയിൽ ക്ലയൻറ്റ് ഹാസ് ക്ലിയർ ഫ്ലൂയിഡ് ലീക്കിംഗ് ഫ്രം ദ നോസ് ഫോളോയിങ് ബേസിലാർ സ്കൾ ഫ്രാക്ചർ. ദ നേഴ്സ് അസസ് ദാറ്റ് ദിസ് ഈസ് ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്സ്. ഇഫ് ദ ഏതായിരിക്കും? അറിയാവുന്നവർ പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ.
വെരി ഗുഡ്സ്, വെരി ഗുഡ്, വെരി ഗുഡ്സ്, വെരി ഗുഡ് അല്ലെ. അപ്പൊ ഇവിടെ ബേസില സ്കൾ ഫ്രാക്ചർ എന്താണെന്ന് അറിയണം. അപ്പൊ നമ്മുടെ സ്കൾ ബോൺസ് 8 ഉണ്ട് അല്ലെ. 8 സ്കൾ ബോൺസ് ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ 8 സ്കൾ ബോൺ ആണ് ടോട്ടൽ വരുന്നത്. 8 സ്കൾ ബോണിൽ പരേറ്റൽ ബോൺസ് ഒഴിച്ച് ബാക്കി എല്ലാ ബോൺസിൽ എവിടെയെങ്കിലും ഒക്കെ ഫ്രാക്ചർ വരുവാണെങ്കിൽ അല്ലെ, അതിന്റെ ബേസ് ഓഫ് ദ സ്കള്ളിൽ അല്ലെ, ബാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഓസിപ്പിട്ട് വരും, ടെമ്പറൽ ബോൺസ് വരും അല്ലെ, ടെമ്പറൽ ബോൺസ് വരും, ഫ്രണ്ടൽ ബോൺസ് വരാം, അതുപോലെ തന്നെ സ്പീനോയിഡ് ബോൺസ് വരാം, എത്തമോയിഡ് ബോൺസ് വരാം അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ ബോൺസിൽ എന്തെങ്കിലും ഫ്രാക്ചർ വന്നാൽ, സ്കൾ ബോണിൽ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടെ എന്തുണ്ടാവും, CSF ലീക്ക് വരാം അല്ലെ. അപ്പം സാധാരണ ഇറ്റ് ഈസ് ഓൺ റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെ, അതിലാണ് റിസ്ക്. അതുപോലെ ഫോളും റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെ ഓട്ടോറിയ അല്ലെങ്കിൽ റൈനോറിയ, നോസിലൂടെയുള്ള സെക്രീഷൻ ലീക്ക് അല്ലെങ്കിൽ ചെവിയിലൂടെയുള്ള ലീക്ക് അല്ലേ. അപ്പോൾ അതൊരു ഗോസിനകത്ത് കളക്ട് ചെയ്തിട്ട് ഹാലോ ടെസ്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമ്മളതൊരു ഗോസിലൂടെ കളക്ട് ചെയ്ത് ഹാലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ CSF എന്ത് ചെയ്യും, ഡ്രൈ ആവുകയും അതിനകത്തൊരു ഓറഞ്ച് ഷേപ്പ് അല്ലെ, യെല്ലോ ഓറഞ്ച് ഷേപ്പിൽ എന്ത് ചെയ്യും, ഒരു കൺസ്ട്രക്റ്റർ റിങ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് CSF ആണെന്നുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റിലെത്താം കേട്ടോ. CSF ആണെന്നുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, ഒരു ജസ്റ്റ് ഒരു സസ്പെക്റ്റഡ് ടെസ്റ്റ് അല്ലേ. അതിൻ്റെ കൂടൊപ്പം തന്നെ നമുക്ക് ഗ്ലൂക്കോസും അതിനകത്ത് നോക്കാം അല്ലേ. ഡിപ്സ്റ്റിക്ക് വെച്ച് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ അതും ഒരു 2/3 ഓഫ് നോർമൽ വാല്യൂസ് ആയിരിക്കും അല്ലേ. അഡൽട്ടിൻ്റെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ 2/3 ആണെങ്കിലും നമുക്കത് സ്ക്രീനിങ് ചെയ്യാം അല്ലേ. പിന്നീട് ആ സാബ് എന്ത് ചെയ്യും, ലാബിൽ വിട്ടിട്ട് ബീറ്റ ട്രാൻസ്ഫറിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് അത് കൺഫർമേഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടതാണ് ബേസില സ്കൾ ഫ്രാക്ചറിൽ CSFൻ്റെ ലീക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ്സ് കേട്ടോ. അപ്പോൾ ഹാലോ ടെസ്റ്റ് 2/3 ഓഫ് ദ ഗ്ലൂക്കോസ് ടെസ്റ്റ് ആൻഡ് ബീറ്റ ട്രാൻസ്ഫറിൻ ഈസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ CSF ലീക്ക്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nurse is caring for a male client who begins to experience seizure activity while in the bed. The nurse is caring for a male client who begins to experience seizure activities while in bed. Which of the following actions by the nurse would be contraindicated? Loosening of the restrictive clothing, restraining the client's limb, removing the pillow and raising the padded side rails, position the client to the side if possible with the head flexed forward. Nurse caring for a male client who begins to experience seizure activity in bed അല്ലെ. അപ്പം ബെഡിൽ കിടക്കുമ്പോൾ ഒരു സീഷർ ആക്ടിവിറ്റി ഉള്ള പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ ഏത് ആക്ഷനാണ് ഇവിടെ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്ന ആക്ഷൻ അല്ലേ. അപ്പോൾ ഏതാണെന്നുള്ളത് നോക്കുക, പറയുക. ഏതായിരിക്കും? റെസ്ട്രെയിൻ ചെയ്യരുത് അല്ലെ, റെസ്ട്രെയിൻ ചെയ്യരുത്. ഓക്കെ, GRBS എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് റാൻഡം ബ്ലഡ് ഷുഗർ അല്ലെ, ഗ്ലൂക്കോമീറ്റർ റാൻഡം ബ്ലഡ് ഷുഗർ. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ സീഷറാണ് അല്ലെ. ഇവിടെ കേസ് എന്ന് പറയുന്നത് എന്താണ്, സീഷർ അല്ലെ. ഇവിടെ കേസ് എന്ന് പറയുന്ന സീഷറാണ് അല്ലെ. അപ്പോൾ സീഷർ വരുമ്പോൾ നമുക്കറിയാം ടോണിക് ക്ലോണിക് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് വരും അല്ലെ. അപ്പോൾ ഒരിക്കലും ആ കൺട്രാക്ഷൻസിനെ എന്ത് ചെയ്യലും, ഇൻട്രപ്റ്റ് ചെയ്താൽ വീണ്ടും ബ്രെയിനിലോട്ട് സിഗ്നൽ പോവുകയും ബ്രെയിൻ വീണ്ടും പവർഫുൾ ആയിട്ടുള്ള സിഗ്നലുകൾ വീണ്ടും സെൻഡ് ചെയ്യും അല്ലെ. അതുകൊണ്ട് ഒരിക്കലും സീഷർ വന്നു കഴിഞ്ഞാൽ അവരെ കൺട്രാക്ഷൻസിനെ എന്ത് ചെയ്യരുത്, നമ്മൾ തടഞ്ഞു നിർത്തരുത് അല്ലെ, തടഞ്ഞു നിർത്തരുത്. അതായത് എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് അവരെ മസിലൊക്കെ കൺട്രാക്ട് ചെയ്യാൻ അനുവദിക്കണം അല്ലെ. അപ്പോൾ അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഒരിക്കലും അവരെ എന്ത് ചെയ്യില്ല, റെസ്ട്രെയിൻ ചെയ്യില്ല അല്ലെ. റെസ്ട്രെയിൻ ദ ക്ലയൻറ്റ് ഓൺ ലിംബ് അല്ലെ. പക്ഷെ നമുക്ക് അവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മൗത്തിലെങ്ങാണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക, അതുപോലെ ഹെഡ് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ. അപ്പോൾ ഡ്യൂറിങ് ദ സീഷർ ആക്ടിവിറ്റിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഹെഡ് ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആകാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ സക്ഷൻ ചെയ്യാൻ പോകരുത്, മൗത്തിലൊന്നും ഇൻസേർട്ട് ചെയ്യാൻ പോകരുത്. അതുപോലെ എന്ത് ചെയ്യണം, ക്ലോത്തിങ് ഒക്കെ എന്ത് ചെയ്യണം, ഫ്രീ ആക്കി ഇടണം അല്ലേ. ഫ്രീ ആക്കി ഇടുമ്പോൾ അതിന് ക്ലോത്തിങ് കാരണം എന്ത് ചെയ്തില്ല, കൺട്രാക്ഷൻസിന് തടസ്സം വരുത്തില്ല അല്ലേ. അതുപോലെ സൈഡ് റൈസ് അല്ലെ, റിമൂവിങ് ദ പില്ലോ ആൻഡ് റൈസിങ് ദ പാഡഡ് സൈഡ് റൈസ് അല്ലെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ സേഫ്റ്റി ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. സൈഡ് റൈസ് കാരണം ഈ മൂവ്മെൻറ്റ് കൊണ്ട് ചിലപ്പം പേഷ്യൻ്റ് ബെഡിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യത അല്ല. അതുകൊണ്ട് സൈഡ് റൈൽസ് എന്തെങ്കിലും അപ്പായി വെക്കണം. പിന്നെ പൊസിഷനിൽ ഹെഡ് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലേ, റെസ്ട്രെയിനിങ് ദ ക്ലയൻറ്റ്സ് ലിംബ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ റോങ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സീഷറിൻ്റെ ഡ്യൂറിങ് സീഷറിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെ. ഇനി അതിനുശേഷം പിന്നെ പോസ്റ്റ് സീഷറാണ്, അപ്പോൾ നമ്മൾ എയർവേ മാനേജ്മെൻറ്റിലോട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. A client with a brain attack, stroke and has residual dysphagia. When the diet order is initiated,
ദ നേഴ്സ് അവോയ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് അല്ലേ. ഇപ്പോൾ സ്ട്രോക്ക് പേഷ്യൻറ്റിന് ഡിസ്ഫാജിയ ഉണ്ട് അല്ലെ, ഡിഫിക്കൽറ്റി ഓഫ് സാളോയിങ്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ദ നേഴ്സ് അവോയ്ഡ് ഏത് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെ. തിൻ ലിക്വിഡ്സ്, ഗിവിംഗ് ദ ക്ലൈൻറ്റ് തിൻ ലിക്വിഡ്സ്, തിക്കനിങ് ഓഫ് ലിക്വിഡ്സ് ഇൻ ദ കൺസ്ട്രിക്റ്റഡ് ഓട്ട് മീൽ, planning food on unaffected side of the placing the food on the unaffected side of the mouth, allow plenty of time for chewing and swallowing. പറഞ്ഞോളൂ. avoid restraint, very good. Okay, പറഞ്ഞോളൂ. The client with brain attack, stroke and has residual വെരി ഗുഡ്സ് അല്ലെ. ഇവിടെ തിൻ ലിക്വിഡ്സ് കൊടുക്കരുത്. തിൻ ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആസ്പിറേഷൻ റിസ്ക് ആണ്, കാരണം സ്വാളോയിങ് ഡിഫിക്കൽറ്റി ആണ്. അപ്പോൾ സ്വാളോയിങ്ങിൻ്റെ ടൈമിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഉവിളയിലോട്ട് വന്നതിന് ശേഷം എപ്പിഗ്ലോട്ടിസ്, ഉവിളയുടെ സ്റ്റിമുലേഷനിൽ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യത്തുള്ളൂ, ട്രക്കിയോലോട്ടുള്ള പാസേജ് ക്ലോസ് ചെയ്ത് നിർത്തത്തുള്ളൂ. എന്നാൽ മാത്രമേ സ്റ്റൊമക്കിലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുക. അപ്പോൾ സ്വാളോയിങ് ഉള്ളത് ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പോൾ സ്വാളോയിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ്. ഇവിടെ സ്വാളോയിങ് ഇല്ല അല്ലേ, സ്വാളോയിങ് എന്ന് പറയുന്ന ഡിസ്ഫാജിയായി അല്ലേ, സ്വാളോയിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ പാരാലിസിസ് വന്നു അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, തിൻ ഇത് വന്നു കഴിഞ്ഞാൽ നേരെ എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ആവത്തില്ല, ലങ്സിലോട്ട് പോകും, ആസ്പിറേഷൻ അടിക്കും, ആസ്പിറേഷൻ ന്യൂമോണിയ റിസ്ക് ആവും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, അവോയ്ഡ് ദ ക്ലൈൻറ്റ് വിത്ത് തിൻ ലിക്വിഡ്സ് കേട്ടോ. അപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസിന് ഫുഡ് കൊടുക്കുമ്പോൾ തിക്കായിട്ടുള്ള ലിക്വിഡ് അല്ലെ, തിക്കായിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ. അതുപോലെ അൺഅഫക്റ്റഡ് സൈഡിൽ വെച്ച് ചൂയിങ് ആണ് പ്രിഫർ ചെയ്യുന്നത് അല്ലെ. പിന്നെ നമ്മൾ ചൂവിങ്ങിനും സാളോയിങ്ങിനും കുറേ ടൈം കൊടുക്കണം, കാരണം അവർ 30 മിനിറ്റ് കൊണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ അവർ കഴിച്ചു തീരാൻ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. അത്രയും സമയം കൊടുത്ത് വളരെ സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ. ഓപ്ഷൻ എ, ഗിവിംഗ് ദ ക്ലൈൻറ്റ് തിൻ ലിക്വിഡ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു. A female client has experienced an episode of myasthenia crisis. The nurse would assess whether the client has precipitating factors such as. അപ്പോൾ മയാസ്തീനിയ ക്രൈസിസ് വന്നു. The nurse would assess whether the client has precipitating factors. Getting too little exercise, taking excess medication, omitting the dose of medication, and increasing intake of fatty food. Client experienced an episode of മയസ്തീനിയ കേസൊക്കെ പഠിച്ചിട്ട് പോകണം, ശ്രീത്രയുടെ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് കേട്ടോ. നേഴ്സ് വുഡ് അസസ് വെദർ ദ ക്ലൈൻറ്റ് ഹാസ് പ്രെസിപിറ്റേറ്റിംഗ് ഫാക്ടർ, ഗെറ്റിംഗ് ടു ലിറ്റിൽ എക്സസൈസ്, ടേക്കിംഗ് എക്സസ് മെഡിക്കേഷൻ, ഒമിറ്റിംഗ് ദ ഡോസ് ഓഫ് മെഡിക്കേഷൻ, ഇൻക്രീസിംഗ് ഇൻടേക്ക് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഓക്കെ, പറഞ്ഞോളൂ. ടേക്കിംഗ് എക്സസ് മെഡിക്കേഷൻ ആണോ? ഓക്കെ, എക്സസ് മെഡിക്കേഷൻ ആണോ? ഓക്കെ, നമുക്കിവിടെ എന്താണ്, മയാസ്തീനിയ ക്രൈസിസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് ക്രൈസിസ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്തു, അപ്പോൾ മയാസ്തീനിയ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കണം. മയാസ്തീനിയ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിൻ ഇല്ല അല്ലെ, അസറ്റൈൽ കോളിൻ്റെ ഡെഫിഷ്യൻസി ആണ്. അത് കാരണം എന്ത് ചെയ്യുന്നു, അത് കാരണം പാരാലിസിസിലോട്ട് പോവുകയും ഫൈനലി ഇറ്റ് ഈസ് ലീഡിങ് ടു റെസ്പിറേറ്ററി അല്ലേ. അപ്പോൾ ടോസിസിൽ തുടങ്ങി അവിടെ പാരാലിസിസ് ഓഫ് റെസ്പിറേറ്ററി മസിൽസിൽ ചെന്നായിട്ടാണ് അവസാനിക്കുന്നത്. അതായത് ലേറ്റ് സ്റ്റേജിൽ പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി വെന്റിലേറ്റർ സപ്പോർട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മയാസ്തീനിയ പേഷ്യൻറ്റിന് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു, കോളിനർജിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഒക്കെ കൊടുക്കും അല്ലേ. അവിടെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കാൻ അല്ലേ, ഇവിടെ മയാസ്തീനിയ ക്രൈസിസ് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് മെഡിസിൻസ് ഒമിറ്റ് ചെയ്തു അല്ലേ. മെഡിസിൻസ് ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കഴിച്ചില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നല്ല രീതിയിൽ അസറ്റൈൽ കോളിൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥ അല്ലേ. അസറ്റൈൽ കോളിൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്നു അല്ലേ. അസറ്റൈൽ കോളിൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, മയാസ്തീനിയ ക്രൈസിസ് എന്ന് പറയുന്ന പ്രശ്നത്തിലോട്ട് വരും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കണം, പെട്ടെന്ന് പേഷ്യൻ്റ് എന്ത് ചെയ്യും, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് പെട്ടെന്ന് പേഷ്യൻ്റ് പോകും അല്ലേ. അപ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള എത്തിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒമിറ്റിംഗ് ദ ഡോസ് ഓഫ് മെഡിക്കേഷൻ അല്ലേ, മെഡിസിൻ ഒമിറ്റ് ചെയ്യുന്നതാണ് പേര് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും, അസറ്റൈൽ കോളിൻസ് ഉള്ള മെഡിസിൻസ് കൊടുക്കും അല്ലേ. അപ്പം ടെൻസിലൻ എന്ന് പറയുന്ന മെഡിസിൻസ് കൊടുക്കും അല്ലേ. അത് അസറ്റൈൽ കോളിൻ്റെ അളവ് എന്ത് ചെയ്യും, ഒന്ന് ടെമ്പററിലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവർക്ക് സിംറ്റംസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ
നമുക്ക് എന്ത് വിളിക്കാം, മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലേ. ഇനി അവർക്ക് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ശരീരത്തിൽ അസറ്റൈൽകോളിൻ ഉള്ള ഒരു നോർമൽ പേഷ്യൻ്റ് ആണ് ടെൻസിലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അസറ്റൈൽകോളിൻ ലെവൽ എന്ത് ചെയ്യും, റൈസ് ആവും അല്ലേ. അസറ്റൈൽകോളിൻ്റെ ലെവൽ റൈസ് ആവുന്നു പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അല്ലേ. അവിടെ പേഷ്യൻ്റ് എന്തിലോട്ട് പോകുന്നു, ഹാർട്ട് റേറ്റ് കുറഞ്ഞ് ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള പ്രശ്നത്തിലോട്ട് പോകും അല്ലേ. അത് നമ്മൾ കോളിനർജിക് ക്രൈസിസ് എന്ന് പറയും അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ അട്രോപ്പിൻ കൊടുത്ത് മാനേജ് ചെയ്യുന്നു അല്ലേ. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ക്രൈസിസ് വരാനുള്ള കാരണം സ്ഥിരമായിട്ട് മയസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻ്റ് ഗുളിക സ്കിപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, മയസ്തീനിയ ക്രൈസിസ് വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, ഒമിറ്റിംഗ് ദ ഡോസ് ഓഫ് മെഡിക്കേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. A male client has impairment of cranial nerve 2. Specific to this impairment, the nurse would plan to do which of the following ensure the client's safety? A male client has an impairment of cranial nerve 2. Specific to the impairment, the nurse would plan to do which of the following to ensure the client safety? Speak loudly to the client, test the temperature of the shower water, check the temperature of food on the delivery tray, provide the clear path for ambulation without obstacles. അപ്പോൾ ക്രേനിയൽ നെർവ് 2 കംപ്ലൈൻ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റ് അല്ലേ, മേ ഇമ്പയർമെൻറ്റ് ഓഫ് ക്രേനിയൽ നെർവ് 2. സ്പെസിഫിക് ടു ദ ഇമ്പയർമെൻറ്റ്, നേഴ്സ് വുഡ് പ്ലാൻ ടു ഡു വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഷുർ ദ ക്ലയൻറ്റ് സേഫ്റ്റി അല്ലേ. സേഫ്റ്റിക്ക് എന്താണ്, സ്പീക്ക് ലൗഡ്ലി ടു ദ ക്ലയൻറ്റ്. ടെൻസിലിൻ എൻഡോപോണിയം, വെരി ഗുഡ് വെരി ഗുഡ്. ടെൻസിലിൻ ഈസ് എൻഡോപോണിയം. ഓക്കെ, ടെസ്റ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഷവർ ഓഫ് ദ വാട്ടർ, ചെക്ക് ദ ടെമ്പറേച്ചർ ഓഫ് ഫുഡ് ഓൺ ദ ഡെലിവറി ഡേ, ആൻഡ് ആംബുലേഷൻ വിത്തൗട്ട് ഒബ്സ്ട്രക്റ്റിവ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, ക്രേനിയൽ നെർവ് 2 ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ക്രേനിയൽ നെർവ് 2 ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്രേനിയൽ നെർവ് എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് ഓൾ ഫാക്ടറി, 2 എന്ന് പറയുന്നത് ഒപ്റ്റിക് അല്ലേ. ഊട്ട ഫാഗുവ എന്നുള്ള കോഡൊക്കെ പഠിച്ചു വെച്ചേക്കണം. ക്രേനിയൽ നെർവ് ഒക്കെ ശ്രീത്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രേനിയൽ നെർവ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, ഒപ്റ്റിക്. ഒപ്റ്റിക് എന്ന് പറയുമ്പോൾ സിംപിളി നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ വിഷൻ അല്ലേ. അവിടെ കാഴ്ചയാണ് പ്രോബ്ലം അല്ലേ. ഇപ്പോൾ കാഴ്ചയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഇമ്പോർട്ടൻസ് അല്ലേ, അവിടെ എന്ത് ചെയ്യണം, ക്ലിയർ പാത്ത് ആയിരിക്കണം അല്ലേ. അവർ നടന്നു പോകുന്ന വഴികളിലൊക്കെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം അല്ലേ. അല്ലെങ്കിൽ അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, തള്ളി വീഴും അല്ലേ. ഇല്ല കാക്കക്കുയിൽ സിനിമ പോലെ അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ആംബുലേഷൻസിൽ അവർ നടക്കുന്ന പാതകളിലൊന്നും ഒബ്സ്ട്രക്റ്റീവ്സ് വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവരുടെ വാക്കിംഗ്, കെയിൻ വാക്കിംഗ് ആണ് അല്ലേ. അതുപോലെ ഹാൻഡ് എന്ത് ചെയ്യണം, അക്രോമിയൻ പ്രോസസ്സിൽ വെച്ച് വേണം വാക്ക് ചെയ്യാൻ. ക്ലോക്ക് വൈസിൽ ഫുഡ് കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എനിവേ ഇതെല്ലാം പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, ക്രേനിയൽ നെർവ് 2 ഈസ് ഫോർ ദ ഒപ്റ്റിക് ക്രേനിയൽ നെർവ്, ഫോർ ദ വിഷൻ അല്ലേ. വിഷൻസ് എടുക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ പ്രൊവൈഡ് ദ ക്ലിയർ പാത്ത് ഫോർ ആംബുലേഷൻസ് വിതൗട്ട് ഒബ്സ്ട്രക്ഷൻ അല്ലേ. വിതൗട്ട് ഒബ്സ്ട്രക്റ്റിവ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വിച്ച് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് മിമിക്സ് ദ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റീസ്? Which group of drugs mimics the parasympathetic act? Cholinergic, anticholinergic, adrenergic, anti-adrenergic. പറഞ്ഞോളൂ. Optic damage, very good. Which group of drugs mimics a parasympathetic activity? Cholinergic agent, anticholinergic agent, adrenergic agent, and anti-adrenergic agent. പറഞ്ഞോളൂ. Which of the group of drugs mimics the parasympathetic activities? അറിയാവുന്നവർ പറഞ്ഞോളൂ. അഡ്രിനർജിക് ആണോ? അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു വെച്ചേക്കുക അല്ലെ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ആട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ് പഠിക്കും കേട്ടോ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് അഡ്രിനാലിനും നോൺ അഡ്രിനാലിനുമാണ് അല്ലേ. അഡ്രിനാലിൻ ആൻഡ് നോൺ അഡ്രിനാലിനാണ് എന്തെന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻസ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. അപ്പോൾ അഡ്രിനാലിൻ ഈസ് ദ ഹോർമോൺ, നോർ അഡ്രിനാലിൻ ഈസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഫ്രം സിമ്പത്തറ്റിക് നെർവ് ഫൈബേഴ്സ് അല്ലേ. ഇപ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മയസ്തീനിയ ഗ്രാവിസ് പഠിച്ച പോലെ അസറ്റൈൽ കൊളീൻ ആണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. അസറ്റൈൽ കൊളീൻ ആണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ അഡ്രിനാലിൻ എന്ന് ആദ്യം വരുന്നത് കൊണ്ട്
അഡ്രിനർജിക് സിസ്റ്റം കേട്ടോ. അഡ്രിനർജിക് എന്നാണ് നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ വിളിക്കുന്നത് കേട്ടോ. അഡ്രിനർജിക് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് അല്ലെ. അസറ്റൈൽ കോളിൻ കൂടുന്നു അല്ലെ, അസറ്റൈൽ കോളിൻ കൂടുന്നു എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോളിനർജിക് സിസ്റ്റം കേട്ടോ. അപ്പോൾ പാരാസിമ്പത്തറ്റിക് ഈസ് ദ കോളിനർജിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഈസ് ദ അഡ്രിനർജിക് സിസ്റ്റം എന്നാണ് പഠിക്കുന്നത് കേട്ടോ. അതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ബി പി കൂട്ടുന്നു, ഇപ്പുറത്ത് ബി പി കുറയ്ക്കുന്നു അല്ലേ. ഇവിടെ ബ്രോങ്കോ ഡൈലേഷൻ, ഇവിടെ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, ഇവിടെ പീപ്പിൾ ഡൈലേറ്റ്, ഇവിടെ പീപ്പിൾ കൺസ്ട്രിക്റ്റ് ആവും അല്ലേ. അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഇറ്റ് ഈസ് അഡ്രിനർജിക് ഈസ് ദ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഈസ് ദ കോളിനർജിക് അല്ലെ, കോളിനർജിക്. ഇനി അസറ്റൈൽ കോളിനെ ബ്ലോക്ക് ചെയ്താൽ ഇറ്റ് ഈസ് ആൻറ്റി കോളിനർജിക് അല്ലെ, അഡ്രോപ്പിൻ എന്ന് പറയും അല്ലെ. അതുപോലെ അഡ്രിനാലിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്സ് അല്ലെ. അപ്പോൾ അതൊക്കെ ബേസിക് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കണം മിമിക്സ് ദ പാരാസിമ്പത്തറ്റിക് ആയിട്ട് മിമിക് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്ന കോളിനർജിക് ഏജന്റ് ആണ് കേട്ടോ. പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ അസറ്റൈൽ കോളിൻ, കോളിനർജിക് എന്നുള്ള രീതിയിൽ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. When administering IV phenytoin, the nurse should administer rate of 100 mg per minute, protect the drug from light exposure, mix the drug in dextrose solution, mix the drug in saline solution. പറഞ്ഞോളൂ. When administering IV phenytoin, dilantin, the nurse should mix the drug in dextrose solution, mix the drugs in saline solution. പറഞ്ഞോളൂ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. ഫിനറ്റോയിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അതെ, ഫിനറ്റോയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ആണ്. അതുകൂടാതെ ഫിനറ്റോയിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിക്കോണം. യൂട്യൂബിൽ 1 മാർക്ക് എന്നുള്ള രീതിയിൽ ഫിനറ്റോയിൻ ടോപ്പിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, അത് നോക്കിക്കോണം. അപ്പോൾ ഇവിടെ ഫിനറ്റോയിൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മിക്സ് വിത്ത് സലൈൻ സൊല്യൂഷൻ. കാരണം ഫിനറ്റോയിൻ എന്തുണ്ടാക്കും, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കും കേട്ടോ. ഫിനറ്റോയിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഹൈപ്പോ ടെൻഷൻ. അതുപോലെ ഹാർട്ടിൻ്റെ കൺട്രാക്ടിലിറ്റി ഒക്കെ സപ്രസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫിനറ്റോയിൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സലൈൻ അല്ലെ, സലൈനിൽ വെച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, ഇത് സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, ഇൻഫ്യൂഷൻ ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ഒരു TPN പോകുന്ന ഒരു ലൈനിൽ കൂടെയാണ് അല്ലെ, ഒരു സെൻട്രൽ ലൈനിലൂടെയാണ് നമ്മൾ ഈ ഫിനറ്റോയിൻ കൊടുക്കുന്നതെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ സലൈൻ വെച്ച് എന്ത് ചെയ്യണം, നല്ലതുപോലെ സലൈൻ വെച്ച് നല്ലതുപോലെ എന്ത് ചെയ്യണം, അതിനെ പുഷ് ചെയ്യണം അല്ലെ. നല്ലതുപോലെ പുഷ് ചെയ്ത് ഇത് നല്ലതുപോലെ എന്ത് ചെയ്യണം, പേറ്റൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പ്രൈം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാവുള്ളൂ, ഫിനറ്റോയിൻ കേട്ടോ. അപ്പോൾ ഫിനറ്റോയിൻ ആൾവേസ് ഡൈലൂട്ടഡ് വിത്ത് സലൈൻ, വേറെ ഒന്നുമായിട്ട് ഡൈലൂട്ട് ചെയ്യരുത്. ഫിനറ്റോയിൻ ഈസ് ഡൈലൂട്ടഡ് വിത്ത് സലൈൻ. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇറ്റ് കോസ് ഹൈപ്പോ ടെൻഷൻ കേട്ടോ. ഹൈപ്പോ ടെൻഷൻ ഈസ് ദ സൈഡ് ഇഫക്റ്റ് ഫോർ ദ ഫിനറ്റോയിൻ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കോ, IV ഫിനറ്റോയിൻ ഫോർ മിക്സ് ദ ഡ്രഗ്സ് ഇൻ എ സലൈൻ സൊല്യൂഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following drugs will be administered to treat anaphylaxis? Which of the following drugs will be administered to treat anaphylaxis? Atropine, digoxin, epinephrine, sodium bicarbonate. Which of the following drugs will be administered to treat anaphylaxis? അറിയാവുന്നവർ പറഞ്ഞോളൂ. Which of the following drugs will be administered to treat anaphylaxis? Anaphylaxis ഏത് ഡ്രഗ്സ് ആണ് പറഞ്ഞോ. എല്ലാവർക്കും അറിയാവുന്ന അല്ലേ. അപ്പോൾ അനഫൈലാറ്റിക് റിയാക്ഷൻസ് അല്ലേ, അനഫൈലാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് 1 അല്ലേ, ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, അനഫൈലാറ്റിക് അല്ലേ. അപ്പോൾ അനഫൈലാറ്റിക് 2 രീതിയിലാണ് നമുക്ക് വരുന്നത്. സിവിയർ ഫോം ഉണ്ട്, മൈൽഡ് ഫോം ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിവിയർ ഫോമിലുള്ള അനഫൈലാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്, മൈൽഡ് ഫോമിലുള്ള അനഫൈലാറ്റിക് അല്ലേ. മൈൽഡ് ആകുമ്പോൾ ജസ്റ്റ് ഫോർ എ സ്കിൻ റിയാക്ഷൻസ് അല്ലേ, എക്സീമിയ പോലെയുള്ള ചെറിയ സ്കിൻ റിയാക്ഷൻസ് ആണ് വരുന്നത് അല്ലേ. സിവിയർ ഫോം എന്ന് പറയുമ്പോൾ ലാരിഞ്ചോസ്പാസം, ലാരിഞ്ചൽ എഡിമ ലീഡിങ് ടു അനഫൈലാറ്റിക് ഷോക്ക് അല്ലെ. അനഫൈലാറ്റിക് ഷോക്കിലോട്ട് പേഷ്യൻ്റ് പോകും അല്ലേ. അപ്പോൾ ഷോക്കിലോട്ട് പേഷ്യൻ്റ് പോകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, സഡൻ ആയിട്ട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, BP ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഷോക്ക് ആവുന്നു, എന്ത് ചെയ്യുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് ലോ ആകുന്നു, ഹാർട്ട് അണേബിൾ ടു പമ്പ്, BP കുറയുന്നു അല്ലേ. അപ്പോൾ നമ്മളെ BP
കുറയാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് അല്ലേ, നമ്മൾ എമർജൻസിയിലെ ഫസ്റ്റ് ലൈൻ ഡ്രഗാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബൈ അഡ്രിനാലിൻ അല്ലേ, അല്ലെങ്കിൽ എഫിനെഫ്രിൻ അല്ലേ. അത് ഫസ്റ്റ് ലൈൻ കൊടുക്കുന്നു. സെക്കൻഡ് എന്ന് പറയുന്ന അട്രോപ്പിൻ അല്ലേ. ഇവിടെ അട്രോപ്പിൻ അല്ല ഇമ്പോർട്ടൻസ്, ഇവിടെ എന്താണ് എഫിനെഫ്രിൻ കേട്ടോ. എഫിനെഫ്രിൻ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി കുറയുന്നു കേട്ടോ. അപ്പോൾ ബി പി കുറയുന്നതുകൊണ്ട് അഡ്രിനാലിൻ ഈസ് ദ മെയിൻ ചാൻസ് അല്ലേ. പിന്നെ നമുക്കറിയാം അനഫൈലാറ്റിസ് കംസ് അണ്ടർ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലേ. അപ്പോൾ ടൈപ്പ് 1 ഈസ് IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് അല്ലേ. IgE റിലേറ്റഡ് ഹൈപ്പർ, അതായത് IgE അല്ലേ. അപ്പോൾ മാസ്റ്റ് സെല്ല് സിമുലേറ്റ് ആകുന്നു, ഹിസ്റ്റമിൻ റിലീസ് ആവുന്നു, മറ്റ് ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസുകൾ എന്തുണ്ടാവും, IgEന്ന് റിലീസ് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്രിനാലിൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കും, കോർട്ടിക്കോസ്റ്റീറോയിഡ് അല്ലേ. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കും. ഇനി എക്സസ് ആയിട്ട് മാസ്റ്റ് സെല്ല് റിലീസ് ചെയ്യുന്ന അല്ലെ, ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള സെല്ല് അല്ലെ, മാസ്റ്റ് സെല്ലിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി H2 റിസപ്റ്റേഴ്സ് ആൻറ്റഗോണിസ്റ്റും H1 റിസപ്റ്റേഴ്സ് ആൻറ്റഗോണിസ്റ്റ് അല്ലെ. അപ്പോൾ H1 ആകുമ്പോൾ ലങ്സിൽ വരും അല്ലെ, അവിലെന്ന് പറയുന്ന ഗുളിക അല്ലെ, ക്ലോറോഫിനറാമിൻ മാലറ്റേറ്റ്. അതുപോലെ ഗ്യാസ് സ്റ്റൊമക്ക് എടുക്കുമ്പോൾ റാൻഡാക്ക് അല്ലെ. അപ്പോൾ ഈ 4 ഡ്രഗ്സ് ആണ് ഇറ്റ് ഈസ് ബേസിക് ഫോർ ദ എന്താണ് ഡ്രഗ്സ് ഫോർ എന്ത് ചെയ്യുന്നത്, അനഫൈലാറ്റിക് റിയാക്ഷൻസ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. First one is adrenaline, second one is corticosteroids for the inflammation, prevent inflammation. Third one, H2 receptors blockage. H1 is the avil and H2 is the randac. കേട്ടോ. അപ്പോൾ 4 മെഡിസിൻസ് ബേസിക് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ. Epinephrine is the correct answer for this question. കേട്ടോ. Epinephrine is the correct answer for this question. Okay. അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു 22. When caring for a client who is receiving phenytoin and warfarin, phenytoin and warfarin, 2 drugs ഒന്നിച്ച് കിട്ടുന്നു, phenytoin, warfarin. The nurse would expect which of the following drug causing drug interactions? Which of the following drug interaction? Drug interaction. Decrease effectiveness of warfarin, increase effectiveness of phenytoin, increase effectiveness of warfarin, decrease effectiveness of phenytoin. ഇപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഫിനറ്റോയിനും വാർഫാറിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏതിൻ്റെ എഫക്റ്റാണ് കൂടുന്നത്, ഏതിൻ്റെ എഫക്റ്റാണ് കുറയുന്നത്? പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഏതാണ്? വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്, നല്ലതാണ്, കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. എന്തെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഓഫ് വാർഫാറിൻ അല്ലേ, വാർഫാറിൻ്റെ എഫക്റ്റീവ്നെസ് വരും കേട്ടോ, വാർഫാറിൻ അവിടെ കുറയും. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആണ് അല്ലേ, അതായത് 2 ഡ്രഗ് ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലേ. ഇൻട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡ്രഗ്സിൻ്റെ ആക്ഷനെ മറ്റൊരു ഡ്രഗ് ഇൻ്റർഫിയർ ചെയ്യുന്നു അല്ലേ, ഇൻ്റർഫിയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിൻ്റെ ആക്ഷൻസിനെ ഇൻ്റർഫിയർ ചെയ്ത് അതിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഫിനറ്റോയിൻ വാർഫാറിനെ ഇൻ്റർഫിയർ ചെയ്യും കേട്ടോ, ഫിനറ്റോയിൻ വാർഫാറിനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, വാർഫാറിൻ്റെ എഫക്റ്റിനെ എന്ത് ചെയ്യും, കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഡിക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് വാർഫാറിൻ കേട്ടോ. ഫിനറ്റോയിൻ എടുക്കുന്ന പേഷ്യൻസിന് വാർഫാറിൻ കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് ഹെപ്പാരിൻ ആണ് നല്ലത് കേട്ടോ. അപ്പോൾ ഡിക്രീസ് എഫക്റ്റീവ്നെസ് ഓഫ് വാർഫാറിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 23. The nurse evaluate that carbidopa and levodopa is therapeutically effective if the client has. The nurse evaluate the carbidopa and levodopa is therapeutically effective if the client has decreased GI response, increased tolerance of pyridoxine, decreased tremor at rest, increased urinary output. The nurse evaluate that carbidopa and levodopa is therapeutically effective if the client has decreased GI response, increased tolerance to pyridoxine, decreased tremor at rest, increased urinary output. പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. Nurse evaluate carbidopa and levodopa is therapeutically effective if the patient അറിയാവുന്നവർ പറഞ്ഞോളൂ.
ഓക്കെ ഓക്കെ, വെരി ഗുഡ്സ്, വെരി ഗുഡ്, വെരി ഗുഡ്സ്, വെരി ഗുഡ്സ്. അല്ലെ, ഇവിടെ കാർബിഡോപ്പ പ്ലസ് ലീവോഡോപ്പ 2 ഡ്രഗ്സ് കൊടുക്കുവാണ് അല്ലെ. അപ്പം സാധാരണ കാർബിഡോപ്പ എലോൺ കൊടുക്കാൻ പറ്റത്തില്ല. കാർബിഡോപ്പ എലോൺ കൊടുത്തു കഴിഞ്ഞാൽ ലിവർ എൻസൈംസ് എന്ത് ചെയ്യും, കാർബിഡോപ്പയുടെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അല്ലെ നമ്മുടെ എല്ലാ പാർക്കിൻസോൺസും അസുഖമുള്ള പേഷ്യൻസിൻ്റെ ബോഡിക്ക് എന്ത് ചെയ്യണം, ഡിക്രീസ് റെസ്പോൺസ് ആവും അല്ലെ. അപ്പം അതിൻ്റെ കൂടെ ലിവോഡോപ്പയും കൂടെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിവറിൽ വെച്ച് എന്ത് ചെയ്യത്തില്ല, ബ്രേക്ക് ഡൗൺ ചെയ്യാതെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് എന്തുണ്ടാകും, അവിടെ പാർക്കിൻസോൺസ് എന്ന് പറയുന്ന സിംറ്റംസ് അല്ലെ ഇംപ്രൂവ് ചെയ്ത് വരും അല്ലെ. അപ്പോൾ ത്രൂ ഔട്ട് ലൈഫിൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഡ്രഗ് ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബൈ കാർബിഡോപ്പ എന്ന് പറയുന്നത് അല്ലെ. കാർബിഡോപ്പ ലീവോഡോപ്പ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് ഓൾസോ യൂസ്ഡ് ഫോർ ഹൈപ്പർ ടെൻഷൻ അല്ലെ. പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗും കൂടെയാണ് അല്ലെ. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പേഷ്യൻ്റ് ഹാവിങ് ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷനൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാർബിഡോപ്പ ലീവോഡോപ്പ എടുത്തു കഴിഞ്ഞാൽ സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവരെ ട്രെമർ അറ്റ് റെസ്റ്റ് അല്ലെ. പാർക്കിൻസോൺസ് പേഷ്യൻറ്റിന് റെസ്റ്റിംഗ് ട്രെമറാണ് അല്ലെ. ചുമ്മാതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ട്രെമർ വരുന്നു അല്ലെ. അതിന് പകരം ഒരു ആക്ടിവിറ്റീസോ ഒരു ഹാൻഡിലോ ഒരു സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ ട്രെമർ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഡിക്രീസ് ട്രെമർ അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സൈൻ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്തു അല്ലെ. അവിടെ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻ സി, ഡിക്രീസ് ട്രെമർ അറ്റ് റെസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 24. Which of the following medical condition would the nurse anticipate that anti-anxiety agent would not be indicated? Which of the following medical condition would the nurse anticipate that anti-anxiety agent would not be indicated? Seizure disorder, alcohol detoxification, Parkinson's disease, panic disorder. Anticipate anti-anxiety agent would not be indicated അല്ലെ. ആർക്കാണ് കൊടുത്തുകൂടാത്ത, സീഷർ ഡിസോർഡർ ഉള്ളവർക്ക്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഉള്ളവർക്ക്, പാർക്കിൻസോൺസ് ഡിസീസ് ഉള്ളവർക്ക്, പാനിക് ഡിസോർഡർ ഉള്ളവർക്ക്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ബയോ അവൈലബിലിറ്റി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കൽ കണ്ടീഷൻ വുഡ് ദ നേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ആൻറ്റി ആൻസൈറ്റി ഏജന്റ് വുഡ് നോട്ട് ബി ഇൻഡിക്കേറ്റഡ്? പറഞ്ഞോളൂ പറഞ്ഞോളൂ. സീഷർ ഡിസോർഡർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, ആൻറ്റി ആൻസൈറ്റി ഏജന്റ് ഡ്രഗ്സ് അല്ലെ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ചെറിയ സ്ലീപ്പ് ഉണ്ടാകും അല്ലെ. സ്ലീപ്പ് ആൻഡ് ഡ്രൗസി ആണ് പ്രശ്നം അല്ലെ. സ്ലീപ്പ് ആൻഡ് ഡ്രൗസി ആണ് ഇമ്പോർട്ടൻസ് അല്ലെ. സ്ലീപ്പ് ആൻഡ് ഡ്രൗസി വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഓൾഡ് ഏജുകാർക്കാണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് ഫോർ എന്താണ്, പാർക്കിൻസൺസ് ഡിസീസ് അല്ലെ. പാർക്കിൻസൺസ് ഡിസീസ് റിസ്ക് എന്ന് പറയുന്ന ഓൾഡ് ഏജിനും സീഡോ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും അല്ലെ. അതായത് ഏതെങ്കിലും ഡ്രഗ് കഴിച്ചിട്ട് പാർക്കിൻസൺസ് വരുന്നത് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യങ്ങർ ഏജിനുമാണ് അല്ലെ. അപ്പോൾ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ചോദിച്ചാൽ പാർക്കിൻസൺസ് ഈസ് എ ഡിസീസ് ഫോർ ദ ഓൾഡ് ഏജ് അല്ലെ. അപ്പോൾ ഓൾഡ് ഏജ് ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ആൻറ്റി ആൻസൈറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും, സ്ലീപ്പ് ഡ്രൗസി എക്സസ് ആവുകയും അവിടെ സേഫ്റ്റി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആൻറ്റി ആൻസൈറ്റി ഏജന്റ് വുഡ് നോട്ട് ബി ഇൻഡിക്കേറ്റഡ് ഫോർ പാർക്കിൻസൺസ് ഡിസീസ് കേട്ടോ. അതുപോലെ ഈ ആൻറ്റി ആൻസൈറ്റീസ് ഡിക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എന്ത് ആൻറ്റി പാർക്കിൻസൺസ് ഡ്രഗ് അല്ലെ. ആ ഡ്രഗ്സിൻ്റെ എഫക്റ്റീവ്നെസ്സും കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഡ്രൗസി ആവും, അങ്ങനെ സേഫ്റ്റിയുടെ ഇഷ്യൂ. രണ്ടാമത്തെ ഡ്രഗിൻ്റെ ഇൻഎഫക്റ്റീവ്. അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ട് പാർക്കിൻസോണിസത്തിൽ ആൻറ്റി ആൻസൈറ്റി ഡ്രഗ്സുകൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ലെ, കൊടുക്കത്തില്ല. ഓപ്ഷൻ സി, പാർക്കിൻസോണിസം ഡിസീസ് ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വെൻ അഡ്മിനിസ്ട്രിങ് ആൻറ്റി ആൻസൈറ്റി medication to an elderly client, which of the following action the nurse is essential? Monitor the vital signs, suggest reduced dose, taper the dose before stopping, implement all fall prevention protocol. When administering anti-anxiety medication to an elderly client, which of the following action by the nurse is essential? പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. Anxiety medication to an elderly client, which of the following action is essential? വൈറ്റൽ സൈൻസ് നോക്കുന്നതാണോ, സജസ്റ്റ് റെഡ്യൂസ്ഡ് ഡോസ് ആണോ, ടേപ്പർ ദ ഡോസ് ബിഫോർ സ്റ്റോപ്പിംഗ് ആണോ, ഇംപ്ലിമെന്റ് ഓൾ പ്രിവെൻഷൻ പ്രോട്ടോകോൾ ആണോ? പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. ഞാനിപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. മറ്റേത് പാർക്കിൻസൺസ് ഓൾഡ് ഏജുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു. ഇത് നമ്മൾ സ്ട്രെയിറ്റ് അല്ലെ, സീത എന്ന് പറയും അല്ലെ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു,
അതിൻ്റെ ആക്ഷനായിട്ട് എടുത്തു അല്ലേ, ഇംപ്ലിമെൻറ്റ് ഫോർ എ ഫോൾ പ്രിവെൻഷൻ പ്രോട്ടോകോൾ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇംപ്ലിമെൻറ്റ് എ ഫോൾ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് കേട്ടോ. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആയി. 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ? 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ ആർക്കെങ്കിലും? ബ്രേക്ക് എടുക്കണോ കേട്ടോ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡി, വെരി ഗുഡ്. ഓപ്ഷൻ ഈസ് ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ബ്രേക്ക് വേണോ? 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ? ഓക്കെ, 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ? നമ്മൾ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ കേട്ടോ. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് 25 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് കേട്ടോ. 25 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ തീരണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ഹാഫ് അവറോളം നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു കേട്ടോ. ഓക്കെ 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 ഓക്കെ, ഇപ്പം തുടങ്ങാം. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ക്വസ്റ്റ്യൻസിലോട്ട് ബ്രേക്ക് വേണ്ട എന്നുള്ള അഭിപ്രായം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഗോൾഡ് സോഡിയം തയോ മാലേറ്റ്. ഗോൾഡ് സോഡിയം തയോ മാലേറ്റ് അല്ലെ, ഗോൾഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും അല്ലെ, ഫോർ ദ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സൈഡ് ഇഫക്റ്റ് ഓഫ് ഇൻഡിക്കേറ്റ്സ് ആൻ ഓവർ ഡോസ് ഓഫ് ദിസ് മെഡിസിൻ? ഫ്ലഷിംഗ്, ഡിസ്നസ്, ജോയിന്റ് പെയിൻ, മെറ്റാലിക് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യൻറ്റ് കേട്ടോ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിന് നമ്മൾ ന്യൂവറായിട്ടുള്ള ഡ്രഗ്സുകളുണ്ട് അല്ലെ, ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സുകളാണ് ഇപ്പോൾ അല്ലേ. അപ്പം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മെത്തോട്രക്സേറ്റ് വരും. അതുപോലെ നമ്മൾ ഈ പറയുന്ന മറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സുകളൊക്കെ കുറേ ഡ്രഗ്സുകളുണ്ട് കേട്ടോ. അതിലൊരു ഗ്രൂപ്പാണ് ഗോൾഡ് സോഡിയം തയോമലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പ്രശ്നം? സൈഡ് ഇഫക്റ്റ്, ഓവർ ഡോസ് ഓഫ് ദിസ് മെഡിസിൻ. ഇതിൻ്റെ ഓവർ ഡോസ് എന്ന് പറയുന്നത് വെരി ഗുഡ്സ് കേട്ടോ. ഓവർ ഡോസ് എന്ന് നമ്മൾ വിളിക്കുന്ന മെറ്റാലിക് ടേസ്റ്റ് ആണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗോൾഡിന് വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. ഗോൾഡ് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഗോൾഡിന് വേറെ സൈഡ് ഇഫക്റ്റ് കാര്യങ്ങളില്ല. ഗോൾഡ് സോഡിയം തയോസൈലിനേറ്റിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. പക്ഷേ മെഡിസിൻ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, മെറ്റാലിക് ടേസ്റ്റ് കേട്ടോ, മെറ്റാലിക് ടേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെർണിക്സ് എൻസെഫലോപ്പതി ആൻഡ് കോസാക്കോസ് സിൻഡ്രോം. Wernicke's encephalopathy and Korsakoff syndrome occurs due to the deficiency of vitamin B12, vitamin B2, vitamin B1 and niacin. Okay. ഏതായിരിക്കും പറഞ്ഞോളൂ? വൈറ്റമിൻ B12, വൈറ്റമിൻ Wernicke's encephalopathy and Korsakoff syndrome occurs due to the deficiency of vitamin B12, vitamin B2, vitamin B1 and niacin. Very good. Okay. നമുക്കറിയാം വെർണിക്സ് എൻസെഫലോപ്പതി അല്ലെ, വെർണിക്സ് എൻസെഫലോപ്പതി കോസാക്കോഫ് സിൻഡ്രോം ഈസ് റിലേറ്റഡ് ടു എന്താണ്, തൈമിൻ അല്ലെ. തൈമിൻ ഡെഫിഷ്യൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം അല്ലെ. തൈമിനുമായിട്ട് കുറേ എണ്ണം പഠിക്കുന്നത് അല്ലേ. തൈമിൻ നമ്മൾ അല്ലെ ആദ്യം ഇൻഫൻറ്റൈൽ ബെർബറി, വെറ്റ് ബെർബറി, ഡ്രൈ ബെർബറി അല്ലെ. അതുകൂടാതെ അടുത്ത നമ്മൾ പഠിക്കുന്ന ക്രോണിക് ആയിട്ടുള്ള തൈമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ആൽക്കഹോളിസം ഉള്ളവർക്ക് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, വെർണിക്സ് എൻസെഫലോപ്പതി ആൻഡ് കോസാക്കോഫ് സിൻഡ്രോം അല്ലേ. അപ്പോൾ എൻസെഫലോപ്പതി എന്ന് പറയുമ്പോൾ എന്താണ്, ആർട്ടിസ് ബ്രെയിൻ്റെ ഡാമേജ് അല്ലെ, ബ്രെയിൻ ഡാമേജ് ആണ് എൻസെഫലോപ്പതി വരുന്നത് അല്ലെ. കൊസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ സൈക്കോസിസ് അല്ലെ, സൈക്കോസിസ് ആണ് വരുന്നത് അല്ലെ. അപ്പം ഇവിടെ നമ്മൾ നാക്കോ സിൻഡ്രോംസ് എന്നുള്ള രീതിയിലൊക്കെ പഠിക്കും അല്ലെ, നിസ്റ്റാഗമസ് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ എന്തു പറയും ഇതിനെ എടുത്ത് പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാനുള്ളത് വെർണിക്സ് എൻസെഫലോപ്പതി ആൻഡ് കൊസാക്ക് സിൻഡ്രോം ഈസ് ദ ക്രോണിക് ഡെഫിഷ്യൻസി ഓഫ് തയാമിൻ അല്ലെ. തൈമിൻ ഈസ് B1 എന്ന് പറയുന്ന വൈറ്റമിൻസ് അല്ലെ, 2 എന്ന് പറയുന്ന റിബോഫ്ലാവിൻ, N എന്ന് പറയുന്ന നിയാസിൻ അല്ലെ,
പിന്നെ പാന്തോത്തിനിക് ആസിഡ്, പിരിഡോക്സിൻസ് അല്ലെ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്സ് ആൻഡ് ബീറ്റോൾ അല്ലെ, സൈനോ കൊബാൾമൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B1 അല്ലെ. B1 is the correct answer for this question. Okay, next question. Duration of taking oral or tympanic membrane. Duration of taking oral or tympanic membrane. Temperature കേട്ടോ, ടെമ്പറേച്ചർ ഈസ് എത്ര ആണെന്നോ. അപ്പോൾ ഓറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെവിക്കകത്ത് എടുക്കുന്ന ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടിംബാനിക് മെംബ്രെയിൻ അല്ലെ എടുക്കുന്ന ടെമ്പറേച്ചറിൻ്റെ ഡ്യൂറേഷൻ 3 സെക്കൻഡ്, 3 മിനിറ്റ്, 5 സെക്കൻഡ്, 5 മിനിറ്റ്, 2 to 5 സെക്കൻഡ്, 2 to 5 മിനിറ്റ്സ്, 1 to 3 മിനിറ്റ്സ്, 1 to 3 സെക്കൻഡ്. അറിയാവുന്നവർ പറഞ്ഞോളൂ. ഡ്യൂറേഷൻ ഓഫ് ടേക്കിംഗ് ഓറൽ എന്ന് പറയുന്ന ഇയർ ആണ് കേട്ടോ. ഓറ എന്ന് പറയുന്നത് ഇയർ. ടിംബാനിക് മെംബ്രെയിൻ, ടിംബാനിക് മെംബ്രെയിനൊക്കെ 1 സെക്കൻഡ് അല്ലേ. 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ബൈ സെൻസിങ് തെർമോമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ കൊറോണ എടുത്ത് എല്ലായിടത്തും നോക്കുന്നത് സെൻസിങ് തെർമോമീറ്റർ ആണ് അല്ലേ. സെൻസിങ് തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് തൊട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും അല്ലേ. 1 സെക്കൻഡ് മതി റിസൾട്ട് കിട്ടാൻ അല്ലേ. മാക്സിമം 3 സെക്കൻഡ് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 to 5 സെക്കൻഡ് അല്ല, 1 to 3 സെക്കൻഡ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. 1 to 3 സെക്കൻഡ്, വെരി ഗുഡ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ, 1 to 3 സെക്കൻഡ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ദ പ്രോസസ് ഓഫ് വീക്കനിങ് ഓഫ് പതോജൻ. പതോജനെ വീക്ക് ആക്കുന്ന പ്രോസസ്. ദ പ്രോസസ് ഓഫ് വീക്കനിങ് ഓഫ് പതോജൻ. വാക്സിനേഷൻ, അറ്റിനുവേഷൻ, ഇമ്മ്യൂണൈസേഷൻ, വിറുലൻസ്. The process of weakening of pathogen is called vaccination, attenuation, immunization and virulence. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം വാക്സിൻസ് നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അല്ലേ. വാക്സിൻസ് നിർമ്മിക്കുമ്പോൾ വാക്സിനേഷൻ ആണോ അല്ല. വാക്സിനേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ലൈവ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്, കിൽഡ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്, കമ്പൈൻഡ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്, ടോക്സിക്സ് അല്ലെ. പിന്നെ അതിൻ്റെ പ്രോട്ടീൻസുകൾ എടുത്തുകൊണ്ടുള്ള റീകോമ്പിനൻ്റ് ടൈപ്സ് ഓഫ് ഇതുണ്ട് അല്ലെ. അതിൻ്റെ ഓരോ കമ്പോണൻസ് അല്ലെങ്കിൽ യൂണിറ്റ് എടുത്തുകൊണ്ടുള്ള നിർമ്മിക്കുന്ന വാക്സിൻസ് അല്ലെ. അങ്ങനെ പലതായിട്ട് വാക്സിൻസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ വാക്സിൻസ് എടുക്കുമ്പോൾ ലൈവ് വാക്സിൻസ് ആണെങ്കിലും കിൽഡ് വാക്സിൻസ് എടുക്കുമ്പോൾ നമ്മൾ ആ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാറുണ്ട്, അറ്റിനുവേഷൻ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അറ്റിനുവേഷൻ ചെയ്യുന്ന പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഇമ്മ്യൂണോജെനിസിറ്റി കൂട്ടുക അല്ലേ. അത് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ ആയിട്ട് എത്തുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ റെസ്പോൺസ് ചെയ്യാനുള്ള ആ പവർ അല്ലെ, അല്ലെങ്കിൽ ഇമ്മ്യൂണോജെനിസിറ്റി എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു അല്ലെ. ഇമ്മ്യൂണോജെനിസിറ്റി കൂട്ടുന്നു അല്ലെ. അതുപോലെ അതിൻ്റെ പതോജെനിസിറ്റി അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വിറുലൻസ് എന്ന് പറയും അല്ലെ. പതോജെനിസിറ്റി എന്താണ്, കുറവാണ്. കാരണം അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തില്ല. അത് എന്തുണ്ടാക്കത്തില്ല, അസുഖം ആ വൈറസ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ബാക്ടീരിയ ആണ് അസുഖം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല അല്ലേ. അതിനെ നമ്മൾ പതോജെനിസിറ്റി എന്ന് പറയും അല്ലേ. ഇനി അതുകൂടാതെ ആൻറ്റിജെനിസിറ്റി അല്ലേ. ഇമ്മ്യൂണോജെനിസിറ്റി, പതോജെനിസിറ്റി, ആൻറ്റിജെനിസിറ്റി അല്ലേ. അപ്പോൾ ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റിജൻ ആയിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും വേണം അല്ലേ. ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ WBCയിലെ ബി സെല്ലും ടി സെല്ലും അല്ലേ, അത് രണ്ടുമാണ് കോമൺ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇതിനെ തിരിച്ചറിയേണ്ട അല്ലേ. അപ്പോൾ ആ ഒരു കഴിവും കൂടെ അത് നേടിയെടുക്കും അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, ആൻറ്റിജെൻസിറ്റി കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നതിന് വേണ്ടി ആ വീക്കനിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിമ്പിളി ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് അറ്റിനുവേഷൻ കേട്ടോ. അറ്റിനുവേഷൻ പല പരീക്ഷകളിലും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിറുലൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ വെരി സിവിയർ ഫോം ഓഫ് എ ഡിസീസ് അല്ലെ. വാക്സിനേഷൻ ഇസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വാക്സിൻസ് അല്ലെ, ആ ഒരു രീതിയിൽ. ഇമ്മ്യൂണൈസേഷൻ അല്ലെ, ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ ഇമ്മ്യൂണൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. All of the following interventions are recommended to prevent mother to child transmission of HIV except അല്ലെ MTCT, mother to child transmission prevention അല്ലെ. അപ്പോൾ അതിൽ വരാത്തത് ഏതാണ്? അവോയ്ഡ് എർഗോമെട്രി ഇൻ ദ 3rd stages of labor, highly active anti-retroviral therapy, elective cesarean, intrapartum pseudopedia. പറഞ്ഞോളൂ. ഏതാണ്? All of the following interventions are recommended. All of the following interventions are recommended to prevent the mother to child transmission of HIV except avoid ergometry in the 3rd stages of labor, highly active antiretroviral therapy, elective cesarean section, intrapartum pseudopedia. Okay, പറഞ്ഞോളൂ.
ആൻസർ പറഞ്ഞോളൂ. മെമ്മറി പ്രോബ്ലം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ MTCT ജസ്റ്റ് അറിഞ്ഞിരിക്കണം. MTCT എന്ന് പറയുമ്പോൾ മെറ്റേണൽ മെറ്റേണൽ അല്ല, മദർ ടു ചൈൽഡ് HIV ട്രാൻസ്മിഷൻ പ്രിവെൻഷൻ അല്ലേ, MTCT, ചൈൽഡ് ട്രാൻസ്മിഷൻ പ്രിവെൻഷൻ അല്ലേ. അപ്പോൾ നമ്മൾ അതിന് സാധാരണ ചെയ്യുന്നത് 36ാമത്തെ ആഴ്ച മുതൽ മദറിന് എന്ത് കൊടുക്കും? സിഡോവിഡിൻ കൊടുക്കും. അതിനുശേഷം ഡ്യൂറിങ് ദ ഡെലിവറി അല്ലേ, ഡെലിവറീൻ്റെ ഓൺസെറ്റ് ഓഫ് ഡെലിവറി വരുമ്പോൾ ഈ സിഡോവിഡിൻ എന്ന് പറയുന്ന അല്ലേ ഒരു 300 mg വിത്ത് എവറി 6 hours ടു അപ് ടു ഡെലിവറി വരെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ നെവിറാപ്പിൻ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് അല്ലേ, നെവിറാപ്പിൻ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് ആ ഡ്യൂറിങ് ദ ലേബറിൽ എന്ത് ചെയ്യും? അഡ്മിനിസ്റ്റർ ചെയ്യും. അതിനുശേഷം ബേബിക്കും ഒരു 2 ആഴ്ചത്തോളം ആ നെവിറാപ്പിൻ കണ്ടിന്യൂ ചെയ്യും. പിന്നെ എലക്റ്റീവ് സിസേറിയൻ സെക്ഷനാണ് സാധാരണ ചെയ്യുന്നത്. കാരണം കൂടുതലും ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂറിങ് ഇൻട്രാനേറ്റൽ പീരീഡിലാണ് ബ്ലഡ് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെ, മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും കോണ്ടാക്ട് ചെയ്ത് HIV ട്രാൻസ്മിറ്റഡ് ടു ഫീറ്റസിലോട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ട് എലക്റ്റീവ് സിസേറിയൻ സെക്ഷനാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? അഡ്വൈസ് ചെയ്യുന്നത് ഫോർ HIV. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻട്രാപാർട്ടം സിഡോവിഡിനും അതുപോലെ തന്നെ എന്തും കൊടുക്കാറുണ്ട്? നെവിറാപ്പിൻ, 2 മെഡിസിൻസും ഈ ഇതിൽ വരുന്നുണ്ട്, PTCTയിൽ വരുന്നുണ്ട് കേട്ടോ, പേരൻറ്റ് മദർ ചൈൽഡ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പുതിയ മെഡിസിൻസ് അല്ലേ. അപ്പോൾ HARRT അല്ലേ, അപ്പം നമ്മൾ നേരത്തെ ഉള്ള അല്ലെ ARTയുടെ മോഡിഫൈഡ് ഫോമാണ് HART കേട്ടോ. അപ്പോൾ അതൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിച്ചോണം, കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ പറയാനുള്ള ടൈമില്ല. അവോയ്ഡ് എർഗോമെട്രിൻ ഇൻ ദ 3rd stages ഓഫ് ലേബർ ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കാനുള്ള പോയിന്റ്സ് കേട്ടോ. ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ, എലക്റ്റീവ് സിസേറിയൻ സെക്ഷൻ, ഇൻട്രാപാർട്ടം സിഡോവിഡിൻ കേട്ടോ. ഇത് 3 ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പേരൻറ്റ് ടു പ്രിവെൻറ്റ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV. ഓക്കെ, നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. Which of the following classes of medication is maximum cardiac performance in a client with heart failure by increasing ventricular contractility? Which of the following classes of medication maximum cardiac performance in a client with heart failure increasing ventricular contractility? Beta blockers, calcium channel blockers, diuretics, inotropic agents. ഏതാണ്? പറഞ്ഞോളൂ. Which of the following class of medication for newborn? Very good. For newborn, nevirapine. Okay. പറഞ്ഞോളൂ. Following the class of medication maximize cardiac performance in the client with heart failure by increasing ventricular contractility. ഏത് ഡ്രഗാണ്? ബീറ്റാ ബ്ലോക്കേഴ്സ് ആണോ കൊടുക്കുന്നത്? കാൽസ്യം ചാനൽ ആണോ? അയണോട്രോപിക്സ് ഏജന്റ് ആണോ? ഡയോറിറ്റിക്സ് ആണോ? അയണോട്രോപിക്സ് ഏജൻറ്റ് അല്ലേ, നമ്മൾ ICD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലെ. അയണോട്രോപിക് ഏജൻറ്റ്സ് അല്ലെ, കാർഡിയക് കൺട്രാക്റ്റിബിലിറ്റി കൂട്ടുന്നു അല്ലെ. അതുപോലെ ക്രോണോട്രോപിക് ഏജൻറ്റ്സ്, ഡോമോട്രോപിക്സ് ഏജൻറ്റ് അല്ലെ. അവിടെ ഡ്രോമോട്രോപിക് എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യുന്നു? ക്രോണോട്രോപിക് അല്ലെ, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു, കൺട്രാക്റ്റിബിലിറ്റി കൂട്ടുന്നു അല്ലെ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻസ് കൂട്ടുന്നു. അപ്പോൾ അതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഡിജോക്സിൻ അല്ലെ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ അയണോട്രോപിക്സ് ഏജൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാക്സിമം പെർഫോമൻസ് ഓഫ് ക്ലയൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലിയർ, ഇൻക്രീസ് വെൻട്രിക്കുലർ കൺട്രാക്റ്റിവിറ്റി അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ വെൻട്രിക്കുലർ കൺട്രാക്റ്റിബിലിറ്റി അല്ലേ, അവിടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻസ് കൂട്ടുന്ന അയണോട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതനുസരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഹാർട്ട് റേറ്റ് സ്ലോ ആകും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്ന അതൊക്കെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള പോയിന്റ്സുകളാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ അയണോട്രോപിക് ഏജൻറ്റ്സ്. വെൻട്രിക്കുലർ കൺട്രാക്റ്റിവിറ്റിയിൽ ഓപ്ഷൻ ഡി അയണോട്രോപിക് ഏജൻറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Functional nursing is a method of providing. Functional nursing is a method of providing equipment care, care of records, case management, patient care. Functional nursing is a method of providing equipment care, care of records, case management and patient care. പറഞ്ഞോളൂ. ICD, very good. Okay. Functional nursing is a method of providing Functional nursing is a method of providing care of equipment care, care of records, case management and patient care. ഏതാണ്? It is a patient's care. Very good. It's a patient's care method ആണ്. കേസ് മാനേജ്മെന്റ് അല്ല, patient's അല്ല. അപ്പോൾ പേഷ്യൻ്റ് കെയറും
മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്, പ്രൈമറി നേഴ്സിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ, കേസ് മെത്തേഡ് എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്, ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ടീം നേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, 24 hours അല്ലേ, 24 hours പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നു ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് അല്ലേ. ഹോം കെയർ ടൈപ്പ് ഒക്കെ ഇറ്റ് ഈസ് എ ഫങ്ഷണൽ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ പ്രൈമറി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഓഫ് നേഴ്സിംഗ് കെയർ മെത്തേഡാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ കേസ് മെത്തേഡ് അല്ലേ, ഡ്യൂറിങ് ദ നേഴ്സിൻ്റെ ഷിഫ്റ്റ് ടൈമിൽ കേസ് ബേസ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിനെ അസൈൻ ചെയ്തെടുക്കുന്നു. ആ ഡ്യൂറിങ് ഷിഫ്റ്റ് ടൈമിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് കേസ് മെത്തേഡ് അല്ലേ. ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഫങ്ഷൻസ് അല്ലേ, ഒരു പേഷ്യൻറ്റിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഓറൽ മെഡിസിൻസ് കൊടുക്കണം, കത്തീറ്റർ അല്ലേ. അപ്പോൾ ഒരു സിംഗിൾ പേഷ്യൻറ്റിന് ഏതെങ്കിലും ഫങ്ഷണൽ ബേസ് ചെയ്ത് നമ്മൾ കെയർ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഫങ്ഷണൽ മെത്തേഡ്. അത് സിംഗിൾ പേഷ്യൻറ്റ് അല്ലേ. പക്ഷേ ഇവിടെ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഒരുപാടായി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് അസൈനിങ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ടീം ലീഡറിൻ്റെ രീതിയിൽ അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. ഒരു നേഴ്സിനോട് ഇന്ന ജോലിയെല്ലാം ചെയ്യാൻ പറയും അല്ലേ, വൈറ്റൽ സയൻസ് എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറയും അല്ലേ. അല്ലെങ്കിൽ വേറൊരു നേഴ്സിനോട് പറയും എന്ത് ചെയ്യുന്നു, ഫുള്ള് എന്ത് ചെയ്യും, മെഡിസിൻ കൊടുക്കാൻ പറയും അല്ലേ. അല്ലെങ്കിൽ വേറൊരു നേഴ്സിനോട് ഫുള്ള് IV കാനുലയുടെ സ്റ്റിക്കർ ചേഞ്ച് ചെയ്യാൻ പറയും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടീം ലീഡറിൻ്റെ അണ്ടറിൽ ഡ്യൂട്ടി അസൈൻ ചെയ്ത് ചെയ്യുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറയുന്നത് ടീം നേഴ്സിംഗ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫങ്ഷണൽ നേഴ്സിംഗ് മെത്തേഡ് ഓഫ് കെയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പേഷ്യൻസ് കെയർ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 30-year-old patient with organic poisoning came to the emergency. ABG was done before intubation. The findings are listed: 7.54 pH, PCO2 40, PO2 90, saturation 94, and bicarbonate HCO3 31 milliequivalent per liter. Identify the case. Metabolic alkalosis, acidosis, respiratory alkalosis, and respiratory acidosis. പറഞ്ഞോളൂ. 3-year-old patient with organic poisoning came to the emergency room. ABG was done before intubation. The findings are listed below: pH 7.4, PCO2 40, PaO2 90, saturation 94, HCO3 31 milliequivalent. Identify the case. പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. നമുക്കിവിടെ നമ്മൾ റോം കേട്ടോ, ആൻസർ പറഞ്ഞു തരാം. റോം എന്നുള്ള ഇക്വേഷൻസ് എടുക്കണം കേട്ടോ, റോം എന്നുള്ള അല്ലേ. റെസ്പിറേറ്ററി ഈസ് ഓപ്പോസിറ്റ് ആൻഡ് മെറ്റബോളിക് ഈസ് ഈക്വൽ എന്നുള്ള ആ ഒരു കോഡ് വെച്ച് വേണം നമ്മൾ പഠിക്കാം അല്ലേ. അപ്പോൾ റെസ്പിറേറ്ററിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ pH എടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇറ്റ് ഈസ് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്നുള്ളത് നോക്കണം അല്ലേ. അപ്പോൾ pHൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 7.35 to 7.45 ഈസ് ദ നോർമൽ pH വാല്യൂ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നതിൽ 7.54 എന്ന് പറയുമ്പോൾ എന്താണ്, pH റൈസ് ആണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് എന്ത് ചെയ്യാം, കൺഫ്യൂഷനിലെത്താം, ഇറ്റ് ഈസ് ആൻ ആൽക്കലോസിസ് അല്ലേ. അപ്പോൾ ആൽക്കലോസിസ് വരുന്ന 2 ഓപ്ഷൻസ് ആണ് ആൽക്കലോസിസ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് റെസ്പിറേറ്ററി ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതായത് എന്ത് ചെയ്യുന്നു, pH കൂടി നിന്നാൽ അവിടെ റെസ്പിറേറ്ററിൻ്റെ വാല്യൂസ് കുറഞ്ഞാണ് നിൽക്കേണ്ടത് അല്ലേ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂസ് കുറഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 35 to 40 അല്ലേ, അതാണ് എന്ത് 35 to 45 ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ നോർമൽ വാല്യൂ ഓഫ് കാർബൺ അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ വാല്യൂസ് ആണ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ ബൈകാർബണേറ്റ് ആണ് നോക്കേണ്ടത് അല്ലേ. ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, 31 കൊടുത്തേക്കുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്, ബൈകാർബണേറ്റ് ഇസ് ഇൻക്രീസ്ഡ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ നോർമൽ വാല്യൂസ് എന്ന് പറയുന്നത് 21, 24 അല്ലേ. അപ്പോൾ നമുക്കിവിടെ റോമിൽ ആ റോ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മെറ്റബോളിക് കേസാണ് അല്ലേ. മെറ്റബോളിക്സിൽ നമ്മൾ ഈക്വൽ അല്ലേ, അതായത് pH റൈസ് ചെയ്താൽ എന്ത് ചെയ്യണം, ബൈകാർബണേറ്റ് റൈസ് ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പോൾ 21 to 24 അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് മെറ്റബോളിക് ആൽക്കലോസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nurse is caring for a patient receiving for bolus feeding via NG tube. Which position should the nurse use administer the feeding? Nurse is caring for a patient receiving the bolus feeding by NG tube. Which position nurse use to administer feeding? Supine position, semi-Fowler's, Trendelenburg, lateral recruitment. NG tube feeding position for NG tube feeding.
വെരി ഗുഡ്. ഡോർസൽ റെക്കമെൻഡോ? ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എൻ ജി ട്യൂബ് ഇൻസേർഷൻ ആൻഡ് എൻ ജി ട്യൂബ് ഫീഡിങ് കേട്ടോ. എൻ ജി ട്യൂബ് ഇൻസേർഷൻ ആൻഡ് എൻ ജി ട്യൂബ് ഫീഡിങ് കേട്ടോ. അപ്പോൾ ഇൻസേർഷൻ ഓൾവേസ് ഹൈ ഫൗളൈസ് പൊസിഷൻ കേട്ടോ. HFP ഹൈ ഫൗളൈസ് പൊസിഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് സിറ്റിംഗ് പൊസിഷനിൽ ഇരുത്തി വേണം എന്ത് ചെയ്യാൻ, റൈസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ കേട്ടോ. സിറ്റിംഗ് പൊസിഷനാണ് ആക്യുറേറ്റ്, അല്ലെങ്കിൽ ഹൈ ഫൗളൈസ് പൊസിഷൻ ഈസ് ദ ആക്യുറേറ്റ് ഫോർ ദ ഇൻസേർഷൻ. പക്ഷേ അത് ഫീഡിങ് ആകുകയാണെങ്കിൽ അത് സെമി ഫൗളൈസ് പൊസിഷനിലോട്ട് ചേഞ്ച് ആവും കേട്ടോ. സെമി ഫോളൈസ് പൊസിഷനിൽ എടുക്കുക. ഫസ്റ്റ് ഇടുമ്പോൾ മാത്രം എക്സ്റേ വെച്ച് കൺഫേം ചെയ്യുക. പിന്നെ ഓരോ ഫീഡിങ്ങിലും എക്സ്റേ വരത്തില്ല. പിന്നെ ഓരോ ഫീഡിങ്ങിലും എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് എന്തുണ്ടോ എയർ ബബിൾസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ റെസിഡ്യൂൽസ് എടുക്കുക അല്ലേ, സ്റ്റൊമക് കണ്ടൻറ്റ് എടുക്കുക, അതിൻ്റെ pH നോക്കുക. പിന്നെ എയർ ഇഞ്ചെക്ട് ചെയ്തുള്ള വൂഷ് ടെസ്റ്റ് അല്ലേ, അങ്ങനെ 3 ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്, സെമി ഫൗളൈസ് പൊസിഷൻ ഫോർ ദ ഫീഡിങ് ഓഫ് NG ട്യൂബ് കേട്ടോ. NG ട്യൂബ് ഫീഡിങ് ഈസ് ദ സെമി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നേഴ്സ് ഇൻസ്ട്രക്ട് ദ പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ഇൻ ദ പ്രോപ്പർ യൂസ് ഓഫ് The nurse instructs the pre-operative patient in the proper use of an incendiary spirometer. What should the nurse to determine the patient is using incendiary spirometer effectively? Cloudy sputum, shallow breathing, unilateral wheezing, productive coughing. The nurse instructs a pre-operative patient the proper use of an incendiary spirometer. Okay. Today maybe, I think today's admitted card is came. Okay. The nurse instruct the pre-operative patient the proper use of an incendiary spirometer. What should the nurse use to determine that the patient is using incendiary spirometer effectively? Okay. ഇവിടെ നമ്മൾക്ക് ഇൻസെൻറ്റീവ് സ്പൈറോമീറ്റർ എഫക്റ്റീവ്ലി യൂസ് ചെയ്താൽ അല്ലെ, ഇൻസെൻറ്റീവ് സ്പൈറോമീറ്റർ എന്ന് പറയുമ്പോൾ 3 ടൈംസിൽ എന്ത് ചെയ്യുന്നു അല്ലെ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ, അല്ലെങ്കിൽ 4 hours ടൈം, അല്ലെങ്കിൽ BD ആയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ TIDs ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസെൻറ്റീവ് സ്പൈർ ചെയ്യുമ്പോൾ ലങ്സിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു അല്ലെ. അതിൻ്റെ അർത്ഥം എന്താണ്, ആൽവിയോളാസ് കൊളാപ്സ് ആവാതെ ഹെൽപ്പ് ചെയ്യും അല്ലെ, അറ്റ്ലറ്റാസിസ് എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ബ്രീത്തിങ് ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി എടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, എയർവേ കൂടുതൽ ക്ലിയർ ആവും അല്ലെ. ഓരോ എയർവേ ക്ലിയർ ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ കഫ് വന്നുകൊണ്ടിരിക്കും അല്ലെ, പ്രൊഡക്റ്റീവ് കഫ് അല്ലെ. പ്രൊഡക്റ്റീവായിട്ടുള്ള കഫിങ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ incendiary spirometer is using effectively is the correct answer for this question. Option D, productive coughing is the correct answer for this question. The nurse instructs the pre-operative patient the proper use of incendiary spirometer. What should the nurse consider that the patient is incendiary spirometer? അപ്പോൾ എഫക്റ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ എയർവേ ഓപ്പൺ ചെയ്യുന്നു, കഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പം കഫ് പ്രൊഡക്റ്റീവ് കഫിങ് ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36. The nurse is caring for a pregnant patient who is receiving an IV infusion of magnesium sulfate (MgSO4). To provide a safe environment, the nurse should ensure that which priority item is available. MgSO4 priority item. Tongue blade, percussion hammer, calcium gluconate injection, potassium chloride injection. പറഞ്ഞോളൂ. The nurse is caring for a pregnant who is receiving an intravenous infusion of magnesium sulfate. To provide a safe environment, the nurse should ensure that which priority items should be available. Tongue blade, percussion hammer, calcium gluconate injection and potassium chloride injection. ഏതാണ്? പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. റെസ്പിറേറ്ററി അസിഡോസിസ് ആൽക്കലോസിസ് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ലാസ്റ്റ് പറയാം. ഓക്കെ, വെരി ഗുഡ്. പെർക്കഷൻ ഹാമർ ആണോ? അല്ല. ഇവിടെ മഗ്നീഷ്യം സൾഫേറ്റ് എടുക്കുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റിന് ഒരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട് അല്ലെ, 4 to 7 അല്ലെ, mg/dl എന്നൊക്കെ പറയുന്ന ഒരു തെറാപ്യൂട്ടിക്സ് വാല്യൂസ് ഉണ്ട്. അപ്പം അവിടെ എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ എക്സസ് ആയി കഴിഞ്ഞാൽ അല്ലെ, ടോക്സിക് ആയിട്ട് വരും അല്ലെ, 10 ഒക്കെ ആയി കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് ഫോർ റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ലെ, മോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി. അപ്പോൾ അതിന് റിവേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആൻറ്റിഡോട്ട് അല്ലെ, മഗ്നീഷ്യം സൾഫേറ്റ് ആൻറ്റിഡോട്ട് ഈസ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഇഞ്ചക്ഷൻ കേട്ടോ.
കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഇഞ്ചക്ഷൻ. ഇവിടെ ടോക്സിസിറ്റി വന്നാൽ റൂൾ ഓഫ് 10 അല്ലേ, റൂൾ ഓഫ് 10 എന്നാണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് കോൾഡ് റൂൾ ഓഫ് 10 അല്ലേ. അപ്പം നമ്മൾ 10 minutes 10 ml 10% കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഓവർ 10 minutes കൊണ്ട് എന്ത് ചെയ്യണം, അഡ്മിനിസ്റ്റർ ചെയ്യണം അല്ലേ. വളരെ സ്ലോലി 10 ml 10% കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഓവർ 10 minutes കൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക അല്ലേ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. What do you mean by macro trip and micro trips? What do you mean by macro trips and micro trips? 10 to 15 GTT per ml and 30 GTT, 10 to 15 GTT and 60 GTT, 20 to 30 GTT, 60 to GT, 20 to 30 GTT, 30 GTT. ഓക്കെ, പറഞ്ഞോളൂ. What do you mean by rice tube insertion is high fowlers and rice tube feeding is semi fowlers? Very good. What do you mean by macro trip and micro trips? പറഞ്ഞോളൂ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. What is the difference between macro trips and micro trips? പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ് 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 അല്ലേ. അപ്പം നമുക്കിവിടെ ഓർത്തിരിക്കുക, 10ന്റെ കണക്ക്, 15ന്റെ കണക്ക്, 60ന്റെ കണക്ക് കേട്ടോ. 10 ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെറ്റ്, 15 ഫോർ മാക്രോ ഡ്രിപ്പ് സെറ്റ് അല്ലേ, 60 ഫോർ മൈക്രോ ഡ്രിപ്പ് സെറ്റ് അല്ലേ. മൈക്രോ ഡ്രിപ്പ് സെറ്റ് അല്ലെങ്കിൽ പിപ്പറ്റ് സെറ്റ് അല്ലേ. പിപ്പറ്റ് സെറ്റ് ഈസ് 60 ഓർ മൈക്രോ ഡ്രിപ്പ് സെറ്റ്. 15 ഈസ് ദ മാക്രോ ഡ്രിപ്പ് സെറ്റ് ഓർ നോർമൽ IV സെറ്റ്. 10 ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെറ്റ് അല്ലേ, BT. 10, 15, 60ന്റെ കണക്ക് ഓർത്ത് വെച്ചേക്കോ. അങ്ങനെ എടുക്കുമ്പോൾ 10 to 15, 10 ഫോർ ബ്ലഡ്, 15 ഫോർ മാക്രോ സെറ്റ് ആൻഡ് 60 ഫോർ ദ മൈക്രോ സെറ്റ് അല്ലേ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During IV therapy, nurse monitor increase BP, jugular vein engorge, crackles sound and patient is expected for. Excess of increased BP, jugular vein engorgement, crackles sound and patient expected for air embolism, infiltration, hematoma, circulatory overload. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. During IV therapy, nurse monitor the increased BP, jugular vein, crackles, patient expected for. ഏത് വരും? പറഞ്ഞോളൂ. ഓക്കെ, ഏത് വരും ആൻസർ? പറഞ്ഞോളൂ. ഇപ്പോൾ സിമ്പിളാണ് അല്ലേ, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമുക്കറിയാം ജുഗുലാർ വെയിൻ എൻഗോർജ്മെന്റ് അല്ലെ, JV എന്ന് പറയുമ്പോൾ അത് എൻലാർജ് ആയിട്ട് വരുന്നു അല്ലെ. അതിൻ്റെ അർത്ഥം എന്താണ്? JVP റൈസ് ചെയ്യുന്നു അല്ലെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്ലൂയിഡ് ഓവർലോഡ് അല്ലെ. അപ്പോൾ കാർഡിയാക് ഫെയിലിയർ, ഫ്ലൂയിഡ് ഓവർലോഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? JVP റൈസ് ചെയ്ത് വരുന്നത് അല്ലെ. അതുകൂടാതെ നമുക്കറിയാം ഇവിടെ ക്രാക്കിൾസ് ആൻഡ് സൗണ്ട് അല്ലെ. ക്രാക്കിൾസ് ഓഫ് എന്ന് പറയുമ്പോൾ പൾമിണറി എഡിമ, വീണ്ടും അവിടെ എഡിമയുടെ സിംറ്റംസ് അല്ലെ. വീണ്ടും അവിടെ ഫ്ലൂയിഡ് ഓവർലോഡ് എക്സസ് അല്ലെ. അപ്പോൾ സിമ്പിളായിട്ട് എന്തെന്ന് പറയുക, ഇറ്റ് ഈസ് ബൈ സർക്കുലേറ്ററി ഓവർലോഡ് അല്ലേ. അപ്പോൾ സർക്കുലേറ്ററി ഓവർലോഡ് മനസ്സിലാക്കുന്നത് ബൈ ഏതാണ്? JVP അല്ലേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ നേഴ്സിംഗ് ആക്ഷൻ ഷുഡ് ബി ബെനിഫിഷ്യൽ ഇൻ എ പേഷ്യൻറ്റ് വിത്ത് പ്ലിബൈറ്റിസ് കണ്ടീഷൻ? പ്ലിബൈറ്റിസ് ഇമ്പോർട്ടൻസ് നേഴ്സിംഗ് ആക്ഷൻ. ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദ സൈറ്റ്, മസാജ് ദ സൈറ്റ്, കണ്ടിന്യൂ IV തെറാപ്പി, സ്റ്റോപ്പ് ദ ഇൻഫ്യൂഷൻ ആൻഡ് റീസ്റ്റാർട്ട് അനദർ സൈറ്റ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. Which of the nursing action should be beneficial in a phlebitis condition? Downward movement, massage the site, continuous IV therapy, stop the infusion and restart for the another site. പറഞ്ഞോളൂ. Circulatory overload. Very good. Circulatory overload. Option D is the correct answer. Okay. Which of the following nursing action should be beneficial in a phlebitis condition? പറഞ്ഞോളൂ. Download movement of the site, massage the site, continue IV therapy, stop the infusion and restart another site. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്ലിബൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ എന്താണ്? വെയിൻ അല്ലെ. വെയിൻ ഇൻഫ്ലമേഷൻ വന്നു, വെയിൻ എന്തായിട്ട് മാറി? ഒരു ഹാർഡ് വെയിൻ ആയിട്ട് മാറി അല്ലെ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറയുക, അംബിലിക്കൽ കോഡ് പോലെ കോഡ് ലൈക്ക് വെയിനായി അല്ലേ. കോഡ് ലൈക്ക് ആയിട്ടുള്ള വെയിനായി അല്ലേ. അപ്പോൾ അംബിലിക്കൽ കോഡ് പോലെ നല്ല കട്ടിയുള്ള വെയിനായിട്ട് മാറി, വെയിൻ ഹാർഡായി, ആ വശം വാമായി അല്ലേ. ടച്ച് ചെയ്യുമ്പോൾ വാമായിട്ടുള്ള ഏരിയാസ് വന്നു, റെഡ്നെസ് വന്നു. ഇതെല്ലാം സൈൻ ഓഫ് പ്ലെബൈറ്റിസ്. അതിനകത്ത് ത്രോംബസും കൂടെ
വന്നെങ്കിൽ അത് ത്രോംബോഫ്ലിബൈറ്റിസ്. എനിവേ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇൻഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യുക കാനുല. ഇനി ലെഫ്റ്റ് ആമിലാണ് ഇട്ടെങ്കിൽ നേരെ റൈറ്റ് ആമിലോട്ട് കാനുല എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക അല്ലേ. ലെഫ്റ്റിൽ നിന്ന് ഓപ്പോസിറ്റ് ആമിലോട്ട് കാനുല ഷിഫ്റ്റ് ചെയ്യുക ഈസ് ദ മാനേജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരും ഇൻഫോം ടു ഡോക്ടർ അല്ലേ, ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം അല്ലേ, അതും ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tracheostomy site for a tracheostomy. Second and third cardiac ring, fourth and fifth and sixth, sixth and seventh. Between second and third, fourth and fifth and sixth and seventh. പറഞ്ഞോളൂ. അപ്പോൾ ട്രക്കിയോസ്റ്റമി സൈറ്റ് അല്ലേ, ട്രക്കിയോസ്റ്റമി സൈറ്റ് എവിടെയാണ്? ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രക്കിയൽ റിംഗ് ആണോ, ബിറ്റ്വീൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ട്രക്കിയൽ റിങ്സ് ആണോ, ബിറ്റ്വീൻ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ആണോ, ബിറ്റ്വീൻ സിക്സ്ത് ആൻഡ് സെവൻത് ആണോ? അപ്പം നമുക്കറിയാം, അറിയാവുന്നവർ പറഞ്ഞോ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോ. ട്രക്കിയോസ്റ്റമിയുടെ സൈറ്റ്, ട്രക്കിയോസ്റ്റമി ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് ഫോർ ദ സീത്ര ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പ്രാക്ടിക്കലിനാണെങ്കിലും ട്രക്കിയോസ്റ്റമി ട്യൂബ് അതൊക്കെ തരും കേട്ടോ, പാസ്സാവുന്നവർക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ട്രക്കിയോസ്റ്റമി എന്ന് പറയുമ്പോൾ സീറ്റ് അല്ലേ, ട്രക്കിയ അല്ലേ 12 കാർട്ടിലേജ് വരുന്നതാണ് അല്ലെ, സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജസിന് സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് ട്രക്കി അല്ലെ. കാർട്ടിലേജസ് ആകുമ്പോൾ ബ്ലഡ് വെസൽസ് ഇല്ല അല്ലെ, ബ്ലഡ് വെസൽസ് ഇല്ലാത്തൊരു ഓർഗനാണ് എന്ന് പറയുന്നത് കാർട്ടിലേജ് അല്ലെ. കോൺട്രോട്ടിൻ സൾഫേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ് അല്ലേ. അപ്പോൾ ഫുള്ളി കാർട്ടിലേജിൻ്റെ സ്ട്രക്ചർ വിത്ത് റിംഗ് ഷേപ്പ് അല്ലേ, കൺസ്ട്രിക്റ്റർ റിംഗ് ഷേപ്പിൽ വരുന്നു. അപ്പോൾ അത് ഈസോഫാഗസിലൂടെ ഫുഡ് സാളോ ചെയ്യുന്നതിന് ഒരു പരിധിവരെ എന്ത് ചെയ്യുന്നു, ട്രക്കിയ സഹായിക്കുന്നു. അതുപോലെ ട്രക്കിയ ഈസ് എ വിൻഡ് പൈപ്പ് അല്ലെ, എയർവേ പോകുന്നു അല്ലേ. അപ്പം സാധാരണ നമ്മൾ ട്രക്കിയോസ്റ്റമി സൈറ്റ് ചൂസ് ചെയ്യുന്ന ഏറ്റവും അപ്പർ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ, അപ്പർ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രക്കിയൽ റിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് ട്രക്കിയൽ റിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ ട്രക്കിയോസ്റ്റമി സൈറ്റ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത നെക്സ്റ്റ്, ഫോർത്ത് ഫിഫ്ത്ത് അല്ല. ഓക്കെ, ഏറ്റവും മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രോയ് HIV? ലൈസോൾ, ഡിറ്റോൾ, സാവിലോൺ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following destroy HIV virus? Which of the following destroy HIV virus? ഓക്കെ, പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രോയ് HIV വൈറസ്? അറിയാവുന്നവർ പറഞ്ഞോളൂ. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. വെരി ഗുഡ്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ് അല്ലേ. അപ്പോൾ നമ്മൾ 1%, 5%, 10% കേട്ടോ. സോഡിയം ക്ലോറൈഡ് 1% ഉണ്ട്, 5% ഉണ്ട്, 10% ഉണ്ട് അല്ലേ. 1% ഫോർ ദ ഫ്ലോർ ക്ലീനിങ് അല്ലേ. HIV പേഷ്യൻസിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാനാണ് HIV പേഷ്യൻസിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാനാണ് 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി 5% സോഡിയം ക്ലോറൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5% ഫോർ ദ ലിനൻ ഓഫ് HIV പേഷ്യൻറ്റ് അല്ലേ. HIV പേഷ്യൻറ്റിൻ്റെ ലിനൻ എന്ത് ചെയ്യുന്നു, ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5% ചോദിക്കും അല്ലേ. ഇനി അടുത്ത 10% ഫോർ ദ സ്പില്ലേജ് അല്ലേ. HIV പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലായി കഴിഞ്ഞാൽ സ്പില്ലേജിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് 10% യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും ഇമ്പോർട്ടൻസ് ആണ്. ഇനി 10% സൊല്യൂഷൻ എങ്ങനെ 2% സൊല്യൂഷൻ ആക്കി മാറ്റാം, അല്ലെങ്കിൽ 5% സൊല്യൂഷൻ എങ്ങനെ 2% ആക്കാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാൽക്കുലേഷനൊക്കെ ചേർത്ത് ക്വസ്റ്റ്യൻസ് വരും, പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിസ്ട്രോയ് ഓഫ് HIV എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ഈസ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. Stimulation of the sympathetic nervous system produce which of the following response? Stimulation of the sympathetic nervous system produce which of the following? Bradycardia, tachycardia, hypotension, decreased myocardial contractility. Stimulation of the sympathetic nervous system produce which of the following response? Bradycardia, tachycardia, hypotension, decreased myocardial contractility. ഇവിടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അഡ്രിനാലിൻ അല്ലേ. അഡ്രിനാലിൻ എന്തിനാണ് കൊടുക്കുന്നത്, BP കുറയുമ്പോൾ BP ഇൻക്രീസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ അവിടെ BP കൂടുന്നു അല്ലേ. BP കൂടണമെന്ന് വെച്ചാൽ കാർഡിയാക് ഔട്ട്പുട്ട് റൈസ് ചെയ്യും അല്ലേ. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ
ടക്കിക്കാർഡിയാണ് കേട്ടോ, ടക്കിക്കാർഡിയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഹാർട്ട് കൺട്രാക്ഷൻ കൂടും അല്ലേ, ഹാർട്ട് കൺട്രാക്ഷൻസ് കൂടും കേട്ടോ. അപ്പോൾ ടക്കിക്കാർഡിയാണ് എന്തെന്ന് പറയുന്നത് ഇസ് എ കറക്റ്റ് ആൻസർ കേട്ടോ. കേട്ടോ, മയോകാർഡിയൽ കൺട്രാക്റ്റിബിലിറ്റി കുറയുകയല്ല ചെയ്യുന്നത് അല്ലേ, അവിടെ മയോകാർഡിയൽ കൺട്രാക്റ്റിബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ, കാർഡിയക് ഔട്ട്പുട്ട് റൈസ് ചെയ്യാൻ നോക്കും അല്ലേ. അപ്പോൾ സിമ്പത്തറ്റിക്കിലെല്ലാം ഹാർട്ട് റേറ്റ് കൂടുകയും പാരാസിമ്പത്തറ്റിക് അല്ലേ, പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ വാഗസുമുണ്ട്, ലംബാറിൽ നിന്നുള്ള നെർവ് പ്ലെക്സസുമുണ്ട് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻസിനെ കുറയ്ക്കും കേട്ടോ. അവിടെ ബ്രാഡികാർഡിയ പകരം GI മോട്ടിലിറ്റി കൂട്ടും, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് അല്ലേ, അവിടെ ഹാർട്ട് റേറ്റ് അലേർട്ടാവും അല്ലേ, കൂടുതൽ അലേർട്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ്സ് ബൈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the nurse is inserting a nasogastric tube in an adult patient. During the procedure, the patient begins to cough and has difficulty of breathing. What is the most appropriate action? NG tube insert ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് കഫ് വന്നാൽ എന്താണ് ഇമ്പോർട്ടൻസ്? Insert the tube quickly, notify the healthcare provider immediately, remove the tube and reinsert when the respiratory distress subside, pull back on the tube and wait until the respiratory distress subside. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ട്യൂബ് റിമൂവ് ചെയ്ത് റീഇൻസേർട്ട് ആണോ ചെയ്യേണ്ടത്, പുൾ ബാക്ക് ആണോ ചെയ്യേണ്ടത്, ഹെൽത്ത് കെയറിന് നോട്ടിഫിക്കേഷൻ ആണോ, ഇൻസേർട്ട് ദ ട്യൂബ് ക്വിക്ക്ലി ആണോ? ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, അറിയാവുന്നവർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ 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 പറഞ്ഞോളൂ. ഓക്കെ, the nurse is inserting an nasogastric tube is an adult patient. During the procedure, the patient begin to cough and has difficulty. What is the most? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം, ഇവിടെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തത്, ട്യൂബ് റിമൂവ് ചെയ്തത്. കാരണം കംപ്ലീറ്റ്ലി ട്യൂബ് റിമൂവ് ചെയ്താൽ ഇറ്റ് ഈസ് അൺസ്റ്റെറൈൽ ആവും അല്ലേ. അൺസ്റ്റെറൈലായിട്ട് പിന്നെ അത് റീഇൻസ്റ്റേർഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ പുതിയ പാക്കറ്റ് പൊട്ടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പുൾ ബാക്ക് ഓൺ ദ ട്യൂബ് ആൻഡ് വെയിറ്റ് അണ്ടിൽ ദ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സബ്സൈഡ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുക, അപ്പം പേഷ്യൻ്റെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കുറയുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ. റെസ്പിറേറ്ററി ഡിസ്ട്രസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീഇൻസേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്യാവുള്ളൂ കേട്ടോ, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യരുത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിൽ. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, സബ്സൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഫോർ ദ എക്സാം കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാംസ് ക്വസ്റ്റ്യൻ. പുൾ ബാക്ക് ഓൺ ദ ട്യൂബ് ആൻഡ് വെയിറ്റ് അണ്ടിൽ ദ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സബ്സൈഡ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44. Which of the following condition most closely associated with weight gain, nausea and urine output? Decrease urine output. Angina pectoris, cardiomyopathy, left side heart failure, right side heart failure. Which of the following condition is most closely associated with weight gain, nausea? Decrease in urine output. ഏതായിരിക്കും? അപ്പോൾ അറിയാം അല്ലേ, ഇവിടെ വെയിറ്റ് ഗെയിൻ, നോസിയ, ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഇവിടെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം എഡിമ അല്ലേ, എഡിമ എന്നുള്ള വേർഡാണ് ഓർത്തിരിക്കേണ്ടത് അല്ലേ. എഡിമ കാരണം എന്ത് ചെയ്യുന്നു, മോസ്റ്റ് കോസ്റ്റ്ലി വിത്ത് ഗെയിൻ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് എഡിമ വന്നു എന്ന് പറഞ്ഞാൽ ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഒളിഗൂറിയ ആൻഡ് എഡിമ അല്ലേ. അപ്പം എഡിമ എന്ന് പറയുമ്പോൾ ജനറലൈസ്, ഇവിടെ പൾമണറി എഡിമയെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇവിടെ ജസ്റ്റ് ഫോർ എ വെയിറ്റ് ഗെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ജനറലൈസ് എഡിമ അല്ലെങ്കിൽ അനസാർക്കെ എന്നൊക്കെ വിളിക്കാം അല്ലേ, അനസാർക്കെ എന്നുള്ളത് വിളിക്കാം. അപ്പോൾ ഇവിടെ അസൈറ്റിസ് അല്ലേ, അസൈറ്റിസ്, പീഡൽ എഡിമ, അങ്ങനെയുള്ള ജനറലൈസ് എഡിമയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലസ് നോസിയ, ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് എന്നുള്ളത് ഇതൊക്കെ പറയാം അല്ലേ. അപ്പോൾ നോസിയ എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് അസൈറ്റിസിലോട്ടൊക്കെ എത്താം അല്ലേ, അസൈറ്റിസ് അങ്ങനെയുള്ള സിംറ്റംസ് അല്ലേ. അപ്പോൾ അത് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ അല്ലേ, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലാണ് വരുന്നത് അല്ലേ. ഇനി ഫ്രോത്തി സെക്രീഷൻസ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ പൾമിണറി എഡിമ എന്നുള്ള കണ്ടീഷൻസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പൾമിണറി എഡിമ, റൈറ്റ് സൈഡിൽ ഇറ്റ് ഈസ് ബൈ അസൈറ്റിസ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫെയിൽ ആവും അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡ് ഫെയിൽ ആയാൽ നിങ്ങൾക്കറിയാം, റൈറ്റ് സൈഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇൻഫീരിയർ വീന കാവയും സുപ്പീരിയർ വീന കാവയിലോട്ടും ബ്ലഡ് എന്ത് ചെയ്യും, റിട്ടേൺ പോകും അല്ലേ. അപ്പോൾ അത് വീണ്ടും ലിവറിലോട്ടെത്തും, അതുപോലെ എന്ത് ചെയ്യും, സിസ്റ്റമിക് സർക്കുലേഷനിൽ റിട്ടേൺ പോയി എഡിമ ഉണ്ടാവും അല്ലേ. ഇനി ഇപ്പുറത്തെ സൈഡാണ് ബ്ലോക്ക് ആവുന്നതെങ്കിൽ ഇവിടെ പൾമണറി വെയിൻസ് ആണ്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പൾമണറി സിസ്റ്റം അല്ലേ. അപ്പോൾ പൾമണറി സിസ്റ്റത്തിലോട്ട് റിട്ടേൺ പോയി കഴിഞ്ഞാൽ
അവിടെ എന്തുണ്ടാവും? പൾമണറി എഡിമ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസിൽ നിന്ന് തരംതിരിച്ച് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് 45. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാർട്ട് മസിൽ ഡിസീസ് ഈസ് അൺറിലേറ്റഡ് ടു അതർ കാർഡിയോവാസ്കുലർ ഡിസീസ്? Which of the following heart muscle disease is unrelated to other cardio? Cardiomyopathy, coronary artery disease, myocardial infarction, pericardial effusion. പറഞ്ഞോളൂ. Which of the following heart muscle disease is unrelated to other cardiovascular disease? Cardiomyopathy, coronary artery disease, myocardial infarction and pericardial disease. ക്വസ്റ്റ്യൻസ് തീരാറായി. ഒരു 4 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് തീരാറായി. 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ശ്രീത്രയിൽ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസുകൾ, സിമ്പിളായിട്ടുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസുകളും റിലേറ്റഡ് ടു കാർഡിയാക്, റിലേറ്റഡ് ടു ന്യൂറോളജി മോർ ക്വസ്റ്റ്യൻസ് കാണും കുറച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഇവിടെ നമുക്കറിയാം ഇതിൽ നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ അത്രോസ്ക്ലിറോസിസ് ഈസ് ദ റിസ്ക് അല്ലേ. മയോ ഇൻഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത്രോസ്ക്ലിറോസിസ് ഈസ് ദ റിസ്ക് അല്ലേ. ഇനി പെരികാർഡിയൽ ഇഫ്യൂഷൻ എന്ന് പറയുമ്പോൾ MI അല്ലെ, അത്രോസ്ക്ലിറോസിസ് MI ലീഡിങ് ടു കോംപ്ലിക്കേഷൻസ് അല്ലെ. ഇറ്റ് ഈസ് ബൈ മയോകാർഡിയം കേട്ടോ. അപ്പോൾ കാർഡിയോമയോപ്പതി ഒരിക്കലും നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടത്തില്ല. കാർഡിയോമയോപ്പതി എറ്റിയോളജീസ് അൺനോൺ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈവൻ ചൈൽഡ് ബർത്തിൽ പോലും എന്തുണ്ടാകും? കാർഡിയോമയോപ്പതി വരാൻ അല്ലേ. അപ്പം കാർഡിയക് മസിൽസ് അൺകൺട്രോൾഡ് ആയിട്ട് എന്തുണ്ടാകുന്നു? ഡൈലേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർഡിയക് വോൾസുകൾ എന്ത് ചെയ്യുന്നു? ഡൈലേറ്റ് ചെയ്യുന്നു അല്ലെ. മസിൽസ് അല്ലെങ്കിൽ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് എന്ത് ചെയ്യുന്നു? ഓവറായിട്ട് ഡൈലേറ്റ് ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പോൾ കാർഡിയോമയോപ്പതി ഈസ് ദ അൺനോൺ എറ്റിയോളജിയും കൊറോണറി ആർട്ടറി ഡിസീസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആൻഡ് പെരികാർഡിയൽ ഇഫ്യൂഷൻ ഹാവ് ദ എറ്റിയോളജി ഓഫ് അത്രോസ്ക്ലിറോസിസ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത് മൂന്നിനെ ഒറ്റ ബാൻഡായിട്ട് തിരിക്കാം. അപ്പം കാർഡിയോമയോപ്പതീസ് it is the different one അല്ലെ. ഓപ്ഷൻ A is the correct answer for this question. Okay, next ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 46. Which of the following types of cardiomyopathy can associated with child birth? Dilated, hypertrophic, myocarditis, restrictive cardiomyopathy. ഏതായിരിക്കും? Which of the following types of cardiomyopathy can be associated with child birth? Dilated, hypertrophic, myocarditis and അറിയാവുന്നവർ പറഞ്ഞോ. Which of the following types of cardiomyopathy can be associated with child birth? ചൈൽഡ് ബർത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഏതാണ്? റെസ്ട്രിക്റ്റീവ് ആണോ? അല്ല, റെസ്ട്രിക്റ്റീവ് അല്ല. ചൈൽഡ് ബർത്ത് ജസ്റ്റ് എഴുതി വെച്ചാൽ ഇതിലാകെ പഠിക്കാനുള്ള ഒരു എത്തിയോളജിയാണ് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി കേട്ടോ. ചൈൽഡ് ബർത്തിൽ ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതിയാണ് വരുന്നത് അല്ലെ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ചേംബർ ഓഫ് ദ ഹാർട്ട് എന്ത് ചെയ്യുന്നു? ഓവറായിട്ട് ഡൈലേറ്റ് ചെയ്യും അല്ലെ. ഹൈപ്പർട്രോഫിക് അല്ലെ. ഇപ്പോൾ ഹൈപ്പർട്രോഫി അടിക്കുന്നു അല്ലെ. കാർഡിയക് മസിൽസിൽ ഹൈപ്പർട്രോഫി അടിക്കുന്നതാണ് ഹൈപ്പർട്രോഫിക് അല്ലെ. ഇൻഫ്ലമേഷൻ അടിക്കുന്ന കാർഡിയോമയോപ്പതിയാണ് മയോകാർഡൈറ്റിസ് അല്ലെ. വാൾവിനൊക്കെ ഇൻഫ്ലമേറ്ററി റിലേറ്റ് ചെയ്ത് അല്ലെ. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾ കൺട്രാക്ഷൻസ് നടക്കുന്നില്ല, അതാണ് എന്തെന്ന് പറയുന്നത്? റെസ്ട്രിക്റ്റീവ് കാർഡിയോപ്പതി അല്ലേ. അപ്പോൾ കൺട്രാക്ഷനും ഡൈലേഷൻസ് പ്രോബ്ലം വരുന്നതാണ് ഇറ്റ് ഈസ് ബൈ റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നതുകൊണ്ട് ഓപ്ഷൻ ഈസ് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 47. Dyspnea, cough, expectoration, weakness and edema are the classical signs and symptoms of which of the following condition? Pericarditis, hypertension, MI, heart failure. Dyspnea, cough, expectoration, weakness, edema are the classical signs and symptoms of which conditions? അപ്പോൾ എല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ? എല്ലാം കൂടെ എടുക്കുമ്പോൾ അല്ലേ, ഡിസ്നിയ, കഫ്, എക്സ്പെക്ടറേഷൻ, വീക്ക്നെസ്, എഡിമ എല്ലാം കൂടെ എടുക്കുമ്പോൾ ക്ലാസിക്കൽ സൈൻസ് ഓഫ് എന്ത് പറയും? റൈറ്റ് സൈഡ് അല്ലേ. റൈറ്റ് സൈഡ് കഫ്, എക്സ്പെക്ടറേഷൻ, വീക്ക്നെസ് ആൻഡ് എഡിമാസ് ആർ ദ ക്ലാസിക്കൽ സിംപ്റ്റംസ് ഓഫ് ഇറ്റ് ഈസ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർഡിയക് കണ്ടീഷൻ ഡസ് ഫോർത്ത്? ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ്
ഓക്കെ, നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ ഓപ്ഷൻസിൽ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ചലഞ്ച് ഉണ്ടെങ്കിൽ ചലഞ്ച് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ കേട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ PDF ഇട്ടേക്കാം. PDF നമ്മൾ ഈ പ്രസൻറ്റ് ചെയ്തതിൻ്റെ PDF ഇട്ടേക്കാം കേട്ടോ. DME കൺഫേം ആയല്ലോ, നമ്മൾ രാവിലെ തന്നെ പറഞ്ഞല്ലോ കൺഫേം ആവണമെന്ന്. DME എക്സാം ഡേറ്റ് 18/12 കേട്ടോ. 18/12/2021, അതായത് നമ്മൾ നവംബർ 18 മുതൽ അടുത്ത മാസം 18 വരെ നമ്മൾ ക്രാഷ് പ്രോഗ്രാമാണ് കേട്ടോ. നമ്മുടെ DMEയുടെ ക്രാഷ് പ്രോഗ്രാമാണ്. ഓക്കെ, എക്സാം 18/6 വന്നിട്ടുണ്ട്. എക്സാം വിത്ത് സിലബസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. PSCയുടെ സൈറ്റിലെല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 22-ാം തീയതി മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻസ് കൊടുത്തു തുടങ്ങാം. 11-ാം തീയതി അത് അവസാനിക്കും കേട്ടോ. ഓക്കെ, പേടിക്കണ്ട, DME ഒന്നും പ്രശ്നം വരത്തില്ല കേട്ടോ. DME ഒന്നും കുഴപ്പമില്ല. ഓക്കെ, DME ഇതുപോലെ തന്നെ DHS പോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. സിമ്പിളല്ല, മീൻസ് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ 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 ക്വസ്റ്റ്യൻസിൻ്റെ PDF ഇട്ടേക്കാം. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് ശ്രീ ഇത്രയുടെ പരീക്ഷയുടെ എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി DMEയുടെ 2-3 ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യും കേട്ടോ. മോഡൽ ഇത് നമ്മൾ ഇനി DME പരീക്ഷയ്ക്ക് വേണ്ടി ഒരു 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു അഭിലാഷ്, താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.